ഹംദൻ കസീറൻ തയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ ഖുർആൻ പഠിതാക്കളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. മർഹബൻ മഹറൻ മർഹബൻ ബിഅഹ്ലിൽ ത്വാലിബിൽ ഇൽം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ ആയത്താണ് നമ്മൾ വിശദീകരിച്ചത് അല്ലേ? ഒന്നാമത്തെ ആയത്ത് എല്ലാവരും ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ കാണാതെ ഓതി തന്നിരുന്നു. രണ്ടാമത്തെ ആയത്ത് പഠിച്ചിട്ടുണ്ടാ? എന്നാൽ ചൊല്ലിക്കോളി, ഒന്ന് രണ്ടാളുകൾക്കൊക്കെ അവസരമുണ്ട്. അപ്പം നമ്മൾ ഓതി ഇതിൽ ചെറിയ ചെറിയ എന്തുണ്ട്, അക്ഷരത്തിൻ്റെ ഹർഫുകൾ തെറ്റുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് തിരുത്തി പിന്നെ അടുത്ത പ്രാവശ്യം ഓതുമ്പോൾ ഒന്നുകൂടി ആവും. ഇത് നമ്മൾ വിചാരിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ ഇന്ന് പഠിച്ചിട്ട് നാളെ പോയി ഓതാച്ച കഴിയില്ല. അപ്പോൾ നല്ല ശ്രമം തന്നെ വേണം. അപ്പോൾ അത് ട്രാക്കിൽ അങ്ങോട്ട് കയറിയാൽ പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ പോവും. നമ്മൾക്കറിയില്ലേ, ചിലപ്പോൾ നമ്മൾ ഏറ്റവും അറിയുന്ന സുഹൃത്തായിരിക്കും, പഠിച്ച് നമ്മൾ കലക്കി കുടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇമാമത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ അത് മൈൻഡിലേ വരില്ല. എന്നുവെച്ചാൽ ആ ഭാഗം ചിലപ്പോൾ വർഷങ്ങളായി, നമ്മളൊക്കെ ഇമാമാണ്, എത്രയോ വർഷമായിട്ട്, പിന്നെ 10-20 വർഷമായി ഇതിൻ്റെ പിന്നെ നമ്മൾ ഈ ഫീൽഡിൽ. ചിലപ്പോൾ ചില ആയത്ത് ഓർമ്മ തന്നെ കിട്ടില്ല. അപ്പോൾ അതിന് പ്രശ്നം വെച്ചാൽ പല വിഷയങ്ങൾ, കാരണം നമ്മൾ ഇത് മാത്രമല്ല, നമ്മുടെ ഭൗതിക വിഷയങ്ങൾ പലതൊക്കെ വരും, നമ്മളറിയില്ല. നമ്മൾ വേറെ ചിലപ്പോൾ ഒരു ഭാഗത്ത് നോക്കിയിട്ട് വേറെ ട്രാക്കിലേക്ക് പോകും. വേറെ സുഹൃത്തുക്കൾ മാറിപ്പോവും. യാസീൻ വൽ ഖുർആൻ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. എന്താ പ്രശ്നം? അവിടെ സിറാത്തുൽ മുസ്തഖീം വന്നപ്പോൾ അലാ സിറാത്തൽ മുസ്തഖീം പിന്നെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം പോയി. അപ്പം അങ്ങനെ ഒരേ ആയത്തിൽ അപ്പോൾ ചില ആയത്തിൽ അങ്ങനെ മാറിപ്പോകും. അപ്പോൾ അത് നല്ല ഒട്ടകത്തെ പരിപാലിക്കുന്ന, കെട്ടിയിട്ട് ഒട്ടകത്തെ പരിപാലിക്കുക. കാരണം കെട്ടയച്ചു വിട്ടാൽ പോകുന്ന പോലെ. അപ്പോൾ ഹിഫ്ള് പഠിച്ചിട്ട് മറക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണം കൂടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹിഫ്ള് പഠിച്ച കുട്ടികളോട് പറയും, ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവും, ഒരു ദിവസം 3 ജുസൊക്കെ ചിലപ്പോൾ ഓതാൻ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ 1 ജുസ് നിർബന്ധമായിട്ട് ഓതാന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞത് അൽഹംദുലില്ലാഹ് നമ്മൾ പഠിക്കണം, നമ്മൾ നേരെ കഴിയും. അപ്പോൾ നിരന്തരം നമ്മൾ രണ്ടാമത്തെ പഠിച്ചത് നമ്മളെന്ത് ചെയ്യുക, ഈ ഒരാഴ്ച അതന്നെ ഓതുക. നമ്മൾ ളുഹറിലും അസറിലും മഗ്‌രിബിലും സുന്നത്തിലൊക്കെ ഓതുക തന്നെ, അതങ്ങനെ സെറ്റാവും. ഏത് അൽഹംദുലില്ലാഹ്. പിന്നെ നമുക്കത് ഒരു നല്ല കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത ആയത്ത് പഠിക്കുമ്പോൾ അത് കൂടി ചേർത്ത് പഠിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ആരെങ്കിലും ഓതുണ്ടോ? ആർക്കാണെങ്കിൽ ഓതാം. അങ്ങനെ നമ്മൾ തെറ്റെടുക്കുക, അങ്ങനെ തുറന്നു വെച്ചോളി. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. ടീച്ചർ നേരത്തെ ഈ ആയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് കൂലി കിട്ടുമല്ലേ? വറക്കല്ല. ഓക്കെ, ശരി. അപ്പം നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. അതായത് സന്തോഷം, അൽഹംദുലില്ലാഹ്. നമുക്ക് ഇതുവരെ എടുത്ത ക്ലാസ്സിനേക്കാൾ സന്തോഷമാണ് ഓതി കേൾക്കുമ്പോൾ. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. 3, 4 ആയത്തം എടുക്കുന്നത് ശ്രദ്ധിക്കാം. അപ്പോൾ അതിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പാരായണ നിയമങ്ങളുണ്ട്. അത് ഞാൻ പറയുന്നൊന്ന് നോട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്കങ്ങനെ കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ ഒരു വോയിസ് പിന്നീട് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ അയക്കാം. നമ്മളിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എടുക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം നോക്കുക. ഇപ്പോൾ മിനന്നാസി നൂന് ഷദ്ദാണ്, എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞോളി, മണിക്കണം. അപ്പം നൂനിനും മീമിനും ഷദ്ദ് വന്നാൽ മണിച്ചുകൊണ്ട് ഉന്നസഹിതം ഓതണം. അപ്പൊ വേഗം എടുത്തു പോകരുത്, മിനന്നാസി ഇത് പോകരുത്, ഒരു മണിക്കൽ വേണം. പിന്നെ മയ്യുജാദിലു, അവിടെ മണിക്കണം. മൻ യുജാദിലു എന്ന് വായിക്കരുത്, നൂനി യായിലേക്ക് ചേരും. ഇദ്ഗാമും ബിഗുന്ന എന്നാ പറയാ, എന്നുവെച്ചാൽ അവിടെ മണിക്കും വേണം. മയ്യുജാദിലു ഒന്ന് തരും. ആ ഭാഗം ഓരോ ഭാഗമായിട്ട് പാട്. അപ്പൊ നിങ്ങൾ ഞാൻ പറയുമ്പോൾ അതുപോലെ ട്രൈ ചെയ്താൽ കിട്ടും. മയ്യുജാദിലു
ഒരിക്കലും മൻ എന്ന് വരരുത്, നൂനി ഇൽഹാർ ചെയ്യരുത്, നൂനി ഇദ്ഗാം ചെയ്യാ. ഓക്കെ, അടുത്തത് ബിഗൈരി ഇൽമി വ, ബിഗൈരി ഇൽമി വ, ഇൽമി വ. കേട്ടോ, അതായത് അവിടെ കസ്ർ തൻവീൻ ഉണ്ട് മീമിന്. ആ കസ്ർ തൻവീന് വ്യക്താക്കരുത്, തൻവീന് വാവിലേക്ക് ചേരും. അപ്പോ ബിഗൈരി ഇൽമി വ, ഒന്ന് വായിക്കും, ബിഗൈരി ഇൽമി വ. ഓക്കെ, അടുത്ത് കുല്ല ശ്രദ്ധിക്കണേ, ഷെയ്ത്താന്ന് വരരുത്, ഷെയ്ത്താനിമ്മ. അവിടെ ഈ 3 നിയമവും ഒരേ നിയമമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ മൻ യുജാദിലു ബിഗൈരി ഇൽമി വ ഷെയ്ത്താനിമ്മ, ഇതെല്ലാം ഇദ്ഗാമും ബിഗുന്ന എന്നാ പറയാം. അതായത് ആ തൻവീൻ അല്ലെങ്കിൽ നൂനെ അടുത്തുള്ള അക്ഷരത്തിലേക്ക് യോജിപ്പിച്ചിട്ട് മണിച്ചുകൊണ്ട് പോകുക. അപ്പൊ ഇവിടെ വായിക്കേണ്ടത് ഷെയ്ത്താനിം മരീദ്. ദ് എന്നുള്ളത് എന്താണ്? അത് കുറച്ച് കനപ്പിച്ചു പറയണം. കാരണം നമ്മളൊന്ന് പറഞ്ഞില്ലേ, ഓർമ്മ? 5 അക്ഷരങ്ങൾ അവസാനം വഖഫ് ചെയ്യുമ്പോൾ കുത്തുബ് ജദിന്റെ 5 അക്ഷരങ്ങൾ ഖുതുബ് ജദ്, ഓർമ്മല്ലേ? ഹുറൂഫുൽ ഖൽഖല. നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാം ഇങ്ങനെ ദഹിക്കണം എന്നില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ഗ്രൂപ്പിൽ അയക്കാം, ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാം. അപ്പോൾ കുറച്ച് മനസ്സാവും. അത് കേൾക്കണം, അത് കേട്ടിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരലോകത്തിൻ്റെ സംഭവിച്ചാലുള്ള ഭയാനകതയുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമായിരുന്നു നമ്മൾ നൽകിയത്. താങ്ങാൻ കഴിയാത്ത, ഒരിക്കലും മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വലിയൊരു സംഭവമാണത്, ഷൈഉൻ അളീം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഹദീസൊക്കെ ഉദ്ധരിച്ചു. ഇനി അടുത്തത് മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ ചില ആളുകൾ, കുതർക്കികളായ ചില ആളുകളെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നോക്കാം, മിനന്നാസി, മനുഷ്യരിലുണ്ട് ചിലർ. നമുക്ക് അത് അറിയുന്ന പദമാണ് മിന്നാസ്, മിനന്നാസ്. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ മൈ യുജാദിലു ഫില്ല. അതാണ് നമുക്കൊരു പഠിക്കാനുള്ളൊരു പദം. നമുക്ക് പഠിക്കാനുള്ള പദം എന്താ വെച്ചാൽ മൈ യുജാദിലു, ജാദല. അതിന്ന് ബോർഡിൽ എഴുതി തരാം. തർക്കിക്കുന്നവർ. ജിദാൽ, തർക്കം. എന്താണ് തർക്കം? ഇതാണ് പദം ജിദാൽ. ജദൽ എന്ന് തർക്കിക്കുക. ജദല പറഞ്ഞാൽ അതിന്റെ മാതി ജദല, തർക്കിക്കുക. അതിന് മുലാരിയാണ് യുജാദിലു എന്ന് വന്നിവിടെ. തർക്കിക്കുന്നവൻ, അപ്പൊ മനുഷ്യർ തർക്കിക്കുന്നവർ. അപ്പൊ ഇതിന് ഹദീസുകൾ ഉപയോഗിച്ചാൽ ഖുർആൻ തന്നെ പല ഭാഗത്തും വന്ന വേറെ 1-2 പദങ്ങളുണ്ട്, അതുകൂടി പഠിച്ചു വെക്കുക. അൽ മിറാഉ, അൽ മിറാഉ, അൽ ഖുസൂമ, ഖുസൂമത്ത്, തർക്കം. ഇതൊക്കെ ഹദീസുകൾ ഈ പദത്തിന്റെ പര്യായ പദങ്ങളായിട്ട് വന്നാണ്. ജിദാൽ, മിറ, ഖുസൂമൊക്കെ വരും. അപ്പോൾ നമുക്ക് പഠിക്കാം, നമുക്ക് ഹദീസൊക്കെ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നാസി, മനുഷ്യരിലുണ്ട് യുജാദിലു, തർക്കിക്കുന്ന ആളുകൾ. എന്തിനാണ്, ഏത് വിഷയത്തിലാണ് അവർ തർക്കിക്കുന്നത്? അതാണ് ഫില്ലാഹി. ഇവിടെ ഒരു കാര്യം പഠിക്കാം നമ്മള്. സാധാരണ മദ്രസ കുട്ടികൾക്കൊക്കെ വരുന്നൊരു വീഴ്ചയാണ്. അപ്പോ ഇസ്മുൽ ജലാല, അള്ളാഹുവിന്റെ ഈ പേരിന് മുമ്പിൽ കെസർ വന്നാൽ, അതായത് അള്ളാഹു എന്ന ഇസ്മുൽ ജലാലത്തിന്റെ തൊട്ട് മുമ്പിൽ കെസർ വന്നാൽ ഫില്ലാഹി എന്ന് വായിക്കില്ല, ഫില്ലാഹി എന്ന് വായിക്കാം. എങ്ങനെ വായിക്കാം? ചില കുട്ടികളൊക്കെ റയറായിട്ട് ചില കുട്ടികളൊക്കെ ഓതിപ്പോകുമ്പോൾ ഫില്ലാഹി കൊണ്ട് ഓതിപ്പോവും. അപ്പൊ അവിടെ ഓതുന്നത് എങ്ങനെ? ഫില്ലാഹി. നേരെ മറിച്ച് ഫത്താണെങ്കിലോ, ഫത്ത
അർത്ഥം നമുക്കാണെങ്കിൽ അള്ളാഹ് എന്നുള്ള ഉച്ചാരണം വരും. ശ്രദ്ധിക്കുക. ഇപ്പൊ ഫില്ല ഇവിടെ ആയിക്കണ ഫില്ലാഹി. അപ്പൊ നോക്കുക. അപ്പൊ അള്ളാഹുവിന്റെ വിഷയത്തിലാണ് അവർ തർക്കിക്കുന്നത്. ആരുടെ വിഷയത്തിലാണ്? ആ അപ്പൊ എന്താണ് ആ തർക്കം എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ തൽക്കാലം അർത്ഥം നോക്കുക. ഓമിനാസി ജനങ്ങളിലുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് പറഞ്ഞോളി കേട്ടോ. നിങ്ങളൊപ്പം പറഞ്ഞു തന്നാല് ഓമിനാസി ജനങ്ങളിലുണ്ട് മയുജാദിലു മൻ എന്നാണ്. മൻ പറഞ്ഞാൽ ഒരാളെന്ന അർത്ഥത്തിലാണ്. തർക്കിക്കുന്നവർ ഫില്ല അള്ളാഹുവിന്റെ വിഷയത്തിൽ. അവർക്ക് ബി ഗൈരി ഇൽമി. ഈ ഗൈറ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഗൈരിൽ മഗ്ദൂബി അല്ലേ? കൂടാതെ അതാണ് ഗൈരിൽ മഗ്ദൂബി കേട്ടില്ലേ? ഗൈരിൽ മഗ്ദൂബി എന്താണ് അതിന്റെ അർത്ഥം? ഗൈരിൽ മഗ്ദൂബിന്റെ അർത്ഥം കോപത്തിന് വിധേയരല്ലാത്ത അല്ലേ? വലല്ലാലീം വഴിപിഴച്ചവരല്ലാത്തതാണ്. അപ്പൊ ഇവിടെ ഇൽമില്ലാതെ തർക്കിക്കുന്ന ആളുകൾക്ക് എന്തില്ല? ഇൽമില്ല. അപ്പൊ വെറുതെ എന്താണ് അനാവശ്യമായി ഒരു ഇൽമിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് കുഴപ്പമില്ല. ഇത് എന്തില്ല? വെറുതെ എന്ത് ചെയ്യാ? അനാവശ്യമായ തർക്കം. അപ്പൊ മനുഷ്യൻ അള്ളാന്റെ ഇൽമില്ലാതെ തർക്കിക്കുന്നു. മാത്രമല്ല അവര് പിൻപറ്റുകയും ചെയ്യും. പിൻപറ്റുക. നമ്മള് ഈ പദം നമ്മൾ സാധാരണ ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹിനെ ഇത്തിബാഉ സുന്ന എന്ന് പറയും അല്ലേ? അത് ഈ പദാണ് ഇത്തിബാഉ സുന്ന. സുന്നത്തിനെ മുറുകെ പിടിക്കുക, സുന്നത്തിനെ പിൻപറ്റുക എന്നൊക്കെ പറയില്ലേ? ആ പദാണ് പിന്തുട. ഇത്തിബാ. അപ്പൊ യത്തബി ഒരു പിന്തുടരുന്നു കുല്ല ശൈത്വാനി. അത് നമുക്ക് പരിചയമുള്ള ആളാണ്. ആര്? ശൈത്താനെ പരിചയമില്ലാത്ത ആൾക്കാരുണ്ടാ? ഇല്ല. കുല്ല ശൈത്താൻ, എല്ലാ പിശാച് ശൈത്താന്മാരെയും. ആ ശൈത്താന്റെ ഒരു വിശേഷ മരീദ് എന്താണ്? മരീദ് ധിക്കാരശീലനായ മരീദ്. അർത്ഥം നമുക്ക് വിശദീകരിക്കാൻ പറയാം. അപ്പോ മനുഷ്യരിൽ ചിലര് അറിവില്ലാതെ അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്നു. അർത്ഥാണ് പറയുന്നത്. വിശദീകരണം നമ്മൾ പിന്നെ പറയും. അടുത്ത ഇനി ആ തർക്കിക്കുന്നവർ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? നബിമാരെയാ? അല്ലെങ്കിൽ പണ്ഡിതന്മാരെയാ? ആരെ പിൻപറ്റണവര്? അവരെ നേതാവ് അമീർ ആരാണ്? പിശാജ്. ആ പിശാജാകട്ടെ ധിക്കാരിയാണ്. ധിക്കാരിയായ പിശാചിനെയാണ് എല്ലാ പിശാച്മാരെ പിൻപറ്റുകയും ചെയ്യുന്നു. കുത്തിബ അലൈഹി. കുത്തിബ പല ഭാഗത്ത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കത്തബ എന്നുള്ള പദം എഴുതി എന്നൊക്കെ. അലൈഹി അവന്റെ മേൽ, അല്ലെ അവനെ പറ്റി. അപ്പോ പിശാചിനെ കുറിച്ചാ പറഞ്ഞത്. ഈ പിശാചിന്റെ മേൽ നേരത്തെ അള്ളാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനൊരു സീല് വെച്ചിട്ടുണ്ട്. ആർക്ക്? പിശാചിന്. എന്താണ്? പിശാച് നന്നാകുമോ? പിശാച് രക്ഷപ്പെടുമെന്ന് കഴിഞ്ഞു. പിശാചിന് സീല് വെച്ചു. പിശാച് റജീമാക്കി പുറത്താക്കി. പിശാച് നരകാവകാശിയാക്കി അല്ലേ? അപ്പൊ അവന്റെ മേൽ അന്നഹു നിശ്ചയമായും അവൻ അവനാണ് മൻ തവല്ലാഹു. അവനെ ആർ കാര്യകർത്താവാക്കിയോ? തവല്ലാർ ഏറ്റെടുക്കുക, വലിയാക്കുക. വലിയ എന്നുള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലെ? വലിയ എന്താ? വലിയ അതിന്റെ ബഹുവചനാണ് ഔലിയ. വലിയ പറഞ്ഞാൽ എന്താ പറയാ? രക്ഷാധികാരി. കല്യാണത്തിന് വലിയ കേട്ടില്ലേ? അതാരാണ്? വാപ്പ അല്ലേ? അല്ലേ? വാപ്പയല്ലേ? വലിയ വരുമ്പോ മെയിനായിട്ട് വാപ്പ. പിന്നെ അങ്ങനെ അത് വലീമത്ത്. അത് പറയാം ഫുഡിലേക്ക് പോണല്ലേ? അത് വലീമത്ത്. ഇതല്ല. അതൊക്കെ അതിന്റെ ആ പദങ്ങൾ ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇതിലുള്ള പദം വലിയ അവനെ ഏറ്റെടുക്കുക. അപ്പൊ അവനെ ആ രക്ഷാകർത്താവായി അല്ലെങ്കിൽ അവനെ ആരാണോ ഏറ്റെടുത്തിരിക്കുന്നത്, കൈകാര്യകർത്താവാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മള് ഉപ്പാൻ എന്ത് പറയും? വലിയ പറയും. ലാ നിക്കാഹ ഇല്ലാ ബി വലിയ എന്ന് പറയും ഒരു ഹദീസിൽ. എന്താണ്?
ലാ നിക്കാഹ ഇല്ലാ ബി വലി. എന്താണ്? വലിയില്ലാതെ നിക്കാഹില്ല എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ഒളിച്ചോടി പോകാൻ പറ്റില്ല എന്നാ പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് പാപ്പാ എന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഞാൻ രജിസ്റ്റർ കഴിഞ്ഞു കൊണ്ട് പറഞ്ഞാൽ അത് ഫനിക്കാഹുഹ ബാത്തില്, അത് വ്യഭിചാരാണ്. എന്ത് അത് പറഞ്ഞപ്പോ ഒരു വ്യഭിചാരല്ലേ? പിന്നെ എന്താ സിനയാണത്? അങ്ങനെ കല്യാണമായിട്ട് പരിഗണിക്കുക, പിന്നെ പിന്നെ വഴിവഴിച്ച് പോണ്ടാണ്ട് കൂട്ടിക്കൊണ്ടിരാതെ മാത്രം, പിന്നെ വീണ്ടും നിക്കാഹ് ചെയ്യിപ്പിക്കണം. മനസ്സിലായോ? വലിയ കുറ്റകാരാണ്. കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരികളുടെ ഉപദേശം കേട്ടിട്ടൊക്കെ ചെയ്യാണ്. വളരെ ഗൗരവമാണത്. പിന്നെ ഒരു സ്ത്രീ, അപ്പൊ അവനെ ആര് രക്ഷാകർത്താവായി സ്വീകരിച്ചുവോ ഫന്നഹുമയുളില്ലുഹു, അങ്ങനെ സ്വീകരിച്ചെന്ന് സംഭവിക്കുക വെച്ചാൽ, എന്നാൽ അവനെ ആ സ്വീകരിച്ചവൻ എന്താക്കും? വലാലത്തിലാക്കും. അതാണ് പദം. ഫയുളില്ലുഹു എന്ന് പറഞ്ഞാൽ ലലാലത്ത്, ലലാലത്ത്. എന്താ ലലാലത്ത് പറഞ്ഞാൽ? വഴികേട്. പിന്നെ അല്ലേ നമ്മൾ വഴികേട് കുല്ലു ലലാലത്തിൻ കേട്ടില്ലേ? അതാണ് ആ ലലാലത്ത്. എല്ലാ വഴികേടും എവിടേക്ക് പോയി? എൻ്റെ പര്യവസാനോടെ നരകത്തിലാണ്. അപ്പൊ അതാണ്. ഇപ്പൊ മറ്റേ വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ വലിയ, അത് ഇതിൽ പെട്ടല്ല, എന്നാലും പഠിക്കാൻ വേണ്ടി വലിയുൻ. എന്താ വലിയ എന്ന് പറഞ്ഞ? എന്താ വലിയ പറഞ്ഞ? രക്ഷാധികാരി. നമ്മുടെ നിക്കാഹിനെ കുറിച്ചൊക്കെ പറയുമ്പോ ഇവിടെ ആരാ? ഇവിടുത്തെ വലിയ ആരാ? നമ്മുടെ ആയത്തിന് വലിയ ആരാണ്? ആരാണ് വലിയ? അറബി പറയും. ഷെയ്ത്താൻ അല്ലേ? ഇവിടുത്തെ വലിയ ഷെയ്ത്താനാണ്. അപ്പോ ഷെയ്ത്താൻ ആര് വലിയാക്കിയോ ആ വലിയാക്കിയാൽ ഫഅന്നഹു യുളില്ലുഹു, ആ വലിയാക്കിയവനെ അവൻ വലാലത്തിലാക്കും, വഴികേടിലാക്കും. മാത്രല്ല വയഹ്ദീഹി അല്ലേ, അവനെ നയിക്കും, വഴി നടത്തും. അത് നമ്മള് ആ ഹിദായത്ത് എന്ന് വരുന്ന പദാണ്. ഇപ്പോ നമ്മൾ അറബിയില് വഴികാട്ടി പറയും, ഗൈഡ് അല്ലേ? വഴികാട്ടി, ഗൈഡ് പറയും. ഗൈഡിന് അറബിയിൽ ഹാദി പറയും. എന്താണ് ഹാദി? നബിമാരെ കുറിച്ച് ഹാദ് പറയും. ലിക്കുല്ലി ഖൗമിൻ ഹാദ് കൊണ്ട് ആയത്തുണ്ട്. എല്ലാ സമുദായത്തിലേക്കും വഴികാട്ടിയുണ്ട്. ഹാദ് എന്താണ്? ഹാദ് അതല്ല കേട്ടോ, ഹാദ് നബിമാരെ കുറിച്ച് പറയുന്നത്. ഹാദ് പറഞ്ഞ വഴികാട്ടി. ഇത് ഒരിക്കലും ഒരു സംഭവപ്പെടുന്ന ഓർമ്മ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ സമയത്ത് പിന്നെ റസൂലുള്ളാഹിനെ പിടിച്ചാൽ, റസൂലുള്ളാഹിനെ തല കൊണ്ടുവന്നാൽ എത്ര ഒട്ടകം? 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു. ശത്രുക്കൾ തലങ്ങും വരങ്ങും പാഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുമ്പിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് ഒട്ടകത്തില്. ശത്രുക്കൾ അവിടെ എത്തി. അപ്പോ നബിനെ ചിലർ കണ്ടിട്ടില്ല. ഇനാം പ്രഖ്യാപിച്ചപ്പോ റസൂലുള്ളാഹിനെ അറിയില്ല ചിലർക്ക്. അപ്പൊ റസൂലുള്ളാഹിനെ കണ്ടു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ഇത് ആരാ ചോദിച്ചു? ഇതിന്റെ ഇതാണ് മുഹമ്മദാണോ ചോദിക്കാണ്? ഇതാരാ ചോദിക്കും? ഇതെന്റെ ഹാദിയാണ് പറഞ്ഞു. ഡബിൾ മീനിങ് ആണ് ഹാദിക്ക്. എന്താണ്? അപ്പോ അവിടെ അതാണ് ഹിക്മത്ത് പറയാ. അതിനാണ് അറബിയിൽ ഹിക്മത്ത് പറയാ, യുക്തി ഉപയോഗിക്കുക. ഇത് ആരാ വെച്ചാൽ മുഹമ്മദ് നബിയാണ് പറഞ്ഞാലോ രണ്ടുപേരും കൊല്ലില്ലേ? അപ്പൊ എന്ത് പറഞ്ഞു? ഇതെന്റെ ഹാദിയാണ്. എന്താ ഹാദി പറഞ്ഞാൽ? വഴികാട്ടി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉദ്ദേശിച്ച വഴികാട്ടി അതാണ് അതാ പ്രവാചകൻ, സ്വർഗത്തിലേക്ക് വഴികാട്ടുന്നവൻ. അയാൾക്ക് കിട്ടിയ മെസ്സേജ് എന്താ? മൂപ്പര് ഗൈഡ്, ഈ വഴിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആളാണ് കേട്ടോ. അതാണ്. അപ്പൊ അതാണ് ഹിക്മത്ത് പറയാ. എന്താ പറയാ? ഹിക്മത്ത്. അവിടെയാണ് ഹിക്മത്ത് ഉപയോഗിക്കേണ്ടത്, യുക്തി ഉപയോഗിക്കുക എന്ന് പറയാം. അതന്നെ, നോണയല്ല. കുറച്ചൊക്കെ പഠിച്ചു വെക്കണം. ഏതായാലും പോയി, കുറെ കാലം പോയി. അല്ല ഇനിയെങ്കിലും അങ്ങനെ ട്രിക്ക് ഞങ്ങളെ ചെറുപ്പക്കാരൊക്കെ പഠിക്കട്ടെ. അൽത്താഫ് ഡോക്ടർ ഞാനും ഒക്കെ ഇൻഷാ അല്ലാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ചിരിക്കുക, കുറച്ച് ആലോചിച്ചിട്ട് ചിരിക്കുക. യഹ്ദി അങ്ങനെ നയിക്കുന്നു, വഴികാട്ടിക്കുന്നു. എവിടേക്കാണാ? പിശാച് എവിടേക്കാണ് വഴികാട്ടുക? ഇലാ അദാബ്,
എന്താ അദാബ്? ശിക്ഷയിലേക്കാണ്. ആ ശിക്ഷ സഈർ, നരകത്തിന്റെ പേരാണെന്ത്? സഈർ, ജ്വലിക്കുന്ന നരകം. നരകത്തിന് കുറെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ, ഒന്ന് രണ്ട് ഇതാണ് സമയം ഉണ്ടെങ്കിൽ കുറെ ഉണ്ട് കേട്ടോ. ഒന്ന് പറയും. അന്നാർ, പിന്നെ ജഹന്നം, ജഹന്നം, പിന്നെ നമ്മുടെ സഈർ, പിന്നെ ഹുത്തമ, പിന്നെ സക്കർ, സക്കർ, പിന്നെ ഹാവിയ. ഒമാതറാക്ക മാഹിയ. ബാക്കിയോടെ ഉഷാറാണല്ലേ? ഹാവിയ. അല്ല, അതിന് വിശദീകരിക്കാണ് ഞാറുൻ ഹാമിയാന്ന്. ഏത്? ഒമാതറാക്ക മാഹിയ, അതായത് ഇത് മുമ്പ് അയ്യായി തോന്നി, അതിന് മുമ്പതായി തോന്നി, ഹാവിയ ഓതി, അതിന് മുമ്പതായത് അത് അടുത്തായിട്ടല്ലേ? ഈ ആയി തോന്നി. അതാ പിന്നെയോ അടുത്തായിട്ടാണല്ലോ തോന്നുന്നത്. അത് അതിന് ലാസ്റ്റിലായിട്ടല്ലേ? ഇല്ലേ? ഹാവിയ ഇല്ല തോന്നുന്നു. എന്ത് നിനക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇല്ലാണ്ടാക്കണല്ലേ? മുമ്പ് താഴ്ത്തു മതി. കഥാ കിട്ടിയാ? ഓ കണ്ട് ഇതെല്ലാം ഞാൻ പറയണ്ടേ നിങ്ങള്? സുഹൃത്താണ്. എന്തായാലും കുഴപ്പമില്ല, കണ്ടുപിടിച്ചല്ലോ. നെറ്റിലോ നീ വലയിലോ എന്തോ നോക്കട്ടെ, കുഴപ്പമില്ല. ഹാവിയ, അവന്റെ സങ്കേതം നരകമായിരിക്കും. ഇവിടെ അവന്റെ സങ്കേതം, അവന്റെ ഉമ്മ, അവന്റെ അച്ഛൻ ഇവിടുത്തെ സങ്കേതം ഹാവിയ. അവന്റെ അള്ളു ചോദിക്കുമ്പോ മാതറാക്ക മാഹിയ, ഈ ഹാവിയ എന്താണെന്നറിയോ? നാറുൻ ഹാമിയ. അതാണ് കഥ. അപ്പോ ഹാവിയ എന്നുള്ള എന്തൊരു പേരാണ്? നാറുൻ ഹാമിയ, നരകാണ്. അങ്ങനെ കുറെ ഉണ്ട് ഇനി വരുമ്പോഴാ. അപ്പൊ കുറെ പേരുകൾ ഇൻഷാ പഠിക്കാം. അപ്പോ ശ്രദ്ധിക്കുക, രണ്ടായത്ത് കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പഠിക്കുന്നത്. ഇന്ന് ക്ലാസ് നമ്മൾ സത്യത്തില് അരമണിക്കൂറൊന്നും 1 മണിക്ക് പോരാ. എന്നാലും പരമാവധി ഇത് വായിക്കട്ടെ. ഒന്നുണ്ട് വിഷയങ്ങൾ എഴുതാണ്ട്. ധൈര്യമല്ലോ അല്ലേ? നമുക്ക് ഇതാ വേണ്ടത്, ഈ ജിദാല വേണ്ടത്. സ്കിന്നാ? അത് ജിൽദല്ല, സ്കിന്നല്ല, അത് പരത്വ. ഇല്ല, അത് ലാം അങ്ങോട്ട് പോയില്ലേ? ദാലും ഇങ്ങോട്ട് വന്നില്ലേ? ജദ്ദലല്ല, ജിൽദാണ് ഉദ്ദേശിച്ചത്. ജിൽദ്, അത് ലാം അങ്ങോട്ട്. ശരി, നോക്കാം. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന ഇത് സൂറത്തുൽ ഹജ്ജ് എവിടെ അവതരിച്ച സൂറത്താ? ഒന്ന് ഉറപ്പിച്ചു പറയും. ആ തഫ്സീറിന്റെ ഫസ്റ്റ് ഉണ്ട്, അതിനെ ഉറപ്പല്ലേ? മദീന സൂറത്താണ്, മദനി സൂറത്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ, പിന്നെ മക്കയിൽ തന്നെ തർക്കങ്ങളുണ്ട്. മദീനയിൽ എത്തിയിട്ടും മദീനയിൽ പിന്നെ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, യഹൂദികളുണ്ട്, മജൂസികളുണ്ട്, പല മതക്കാരൊക്കെ ഉണ്ട്. ഏതായാലും മനുഷ്യർ, ചില ആളുകൾ അവർ യുജാദിലു ഫില്ല, അള്ളാഹുവിന്റെ പേരിൽ തർക്കം നടത്തുന്ന ആളുകൾ. പല രീതിയിലാണ് തർക്കം. ഈ തർക്കം നടക്കുന്ന ആൾ അള്ളാഹ് പറഞ്ഞു എന്തില്ലവർക്ക് ഇൽമില്ലാതെയാണ് തർക്കം നടത്തുന്നത്. അപ്പൊ അവരെ കുറിച്ച് ഖുർആൻ പല ഭാഗത്ത് പറയുന്നുണ്ട്. ഇതിന് സമാനമായ ചില ആയത്തുകൾ ഖുർആനിൽ കാണാം. ഇപ്പോ ചെറുതായി നോട്ട് ചെയ്തോളൂ. ഞാൻ 1-2 ആയത്ത് പറഞ്ഞ. ഒന്ന് ഇനി വരുന്നത് സൂറത്തുൽ ഹജ്ജിലെ 8-ാമത്തെ ആയത്ത്. ഇവിടെ ഈ അധ്യായത്തിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് 3-4 ആണ്. 8-ാമത്തെ ആയത്ത്. സൂറത്തുൽ ലുഖ്മാൻ 20-ാമത്തെ ആയത്ത്. അവിടെ കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു.
വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ ഇവിടെ പറഞ്ഞെങ്കിൽ സൂറത്തുൽ ലുക്മാനിൽ എടുത്തു പറഞ്ഞത്, ലുക്മാനിലും ഹജ്ജിൽ 8-ാമത്തെ ആയത്തിലും വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. അപ്പൊ അവർക്ക് ഇൽമില്ല. ഒന്ന് ബുദ്ധിപരമായിട്ടുള്ള ഇൽമിനെ കൊണ്ടല്ല തർക്കിക്കുന്നത്. 2 ഹുദൻ. ഹുദൻ പിന്നെ അവിടെ സന്മാർഗാണ്. അതായത് ഒരു പ്രവാചകനോ ഒരു പ്രവാചകന്റെ ഏതെങ്കിലും ഒരു നബിയുടെ പിൻബലമല്ല. വലാ കിതാബിൻ മുനീർ, ഒരു വേദഗ്രന്ഥം, ഏതെങ്കിലും പ്രകാശം പറഞ്ഞത് വേദഗ്രന്ഥം. അല്ലെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു കാരോട് ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ എവിടെന്നാ നിനക്ക് തെളിവ് ചോദിക്കുമ്പോൾ എന്താ പറയാ? നമ്മൾ പറയും റസൂലുള്ള അല്ലെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ ഖുർആൻ അല്ല ഇങ്ങനെ, അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നേരെ നബിയിലേക്ക് തിരിയും. അല്ലെ ബുദ്ധിപര അവസാനത്ത് ഇജ്മായിട്ട് നമ്മൾ പറയല്ലേ, ഇത് രണ്ടിലില്ലെങ്കിൽ നമ്മൾ ബുദ്ധിപരമായിട്ട് തന്നെ നേരിടും. ഇതൊന്നുമില്ല, ബുദ്ധിപരമായിട്ടുമില്ല പ്രാമാണികപരമായിട്ടുമില്ല. അതിന് അറബിയിൽ അക്കലിയ നെക്കലിയ എന്നാ പറയാ. ബുദ്ധിപരമായിട്ടുമില്ല പ്രാമാണികപരമായിട്ട് എന്തില്ല, വെറുതെ തർക്കിക്കുക. എന്തൊക്കെ തർക്കം പറയുന്നുണ്ട്. അന്നൊരു ചെറിയ ന്യൂനപക്ഷം ഖുർആനിൽ വായിക്കുമ്പോൾ കാണാം, ഒരു നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു. അല്ലല്ല എന്ന് പറയുന്ന ഭൗതികവാദികൾ ഉണ്ടായിരുന്നു. നമ്മൾ ജനിക്കുന്നു, ഇവിടെ ജീവിക്കുന്നു, മരിക്കുന്നു, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ല. അങ്ങനെ നമ്മളങ്ങനെ പോവും, അങ്ങനെ മരിച്ചു. ഇന്നുമില്ല അവര്, ഇന്നുണ്ട്. അപ്പൊ അവർക്ക് അതിൻ്റെ ഒരു വളരെ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ കുറിച്ച് എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ പറ്റുമോ, കളവ് പറഞ്ഞ്, നുണ പറഞ്ഞ്, വ്യാജ പറഞ്ഞ വ്യാപകമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ എപ്പോഴും വൈജ്ഞാനികപരമായിട്ട് നല്ല അറിവ് നേടിയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത്തരം ലേഖനങ്ങളോ അല്ലെങ്കിൽ ഇത്തരം പോസ്റ്ററുകളോ പോലും നമ്മൾ വായിച്ച പെട്ടെന്ന് എന്ത് ചെയ്യും പിശാച്, കാരണം ദീനില്ലാത്ത ആളെ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇത് പിടികൂടും. അല്ലെങ്കിൽ അറിവില്ലാത്ത ആളുകൾ ഇത് എന്ത് ചെയ്യും, അവർ ആശയക്കുഴപ്പത്തിലാക്കും. ഇവരല്ലേ പിശാചിന്റെ പ്രശ്നം അതാണല്ലോ, ഡയറക്റ്റ് അവർക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, കള്ളക്കഥകളും ഇല്ലായ്മയും കൺഫ്യൂഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അല്ല എന്നോട് തർക്കിക്കുക, പടച്ചോനില്ല എന്ന് അവരെന്ത് ചെയ്യുക, അല്ലല്ല. അപ്പൊ അതാണ് ഇൽമില്ലാതെ തർക്കിക്കുക. ഇനി അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യാമെന്ന് പറയുന്നു, അല്ലേ? അള്ളാഹുവിന് ഇടയാളന്മാരുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതും അള്ളാഹിന്റെ പേര് തർക്കിക്കുക, അല്ലേ? സംവാദങ്ങൾ നടക്കുന്നു. എന്തിനാ സംവാദം? എന്തിനാണ് സംവാദം? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നതിനാ സംവാദം നടത്തുന്ന ആൾക്കാർ. സുബ്ഹാനല്ലാഹ്. അത് ഉദ്ധരിച്ചിട്ട്? ഖുർആൻ ഉദ്ധരിച്ചിട്ട്, ഹദീസുകൾ ചരിത്രം ഉദ്ധരിച്ചിട്ട്. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, സഹായം തേടാം, അവരുടെ ഇസ്തിഹാസ് നടത്താം, ഇസ്തിആനത്ത് നടത്താം, ഇസ്തിആദത്ത് നടത്താം, എന്തൊക്കെ പറഞ്ഞു. അപ്പൊ തർക്കിക്കുന്ന, അപ്പോ നമ്മൾ പറയും ഈ തർക്കിക്കുന്നവർക്ക് എന്തില്ല. ഇനി ഈ തർക്കിക്കുന്ന ആളൊക്കെ ആരെയാ പിൻപറ്റുന്നത്? ശൈത്താൻ. ഒരു അമീർ ശൈത്താനാണ്. എന്ന് പറഞ്ഞത് എല്ലാ ധിക്കാരിയായ പിശാചുക്കളെയുമാണ് ഇവർ പിൻപറ്റുന്നത്. ഞാൻ പിശാച് അവസാനം പറയാം. അപ്പോൾ ഒന്നാമതായി അള്ളാഹുവിനോട് തർക്കിച്ചവനാണ് ആര്? ശൈത്താൻ, അല്ലേ? ആ തർക്കം നിങ്ങൾക്കറിയില്ലേ? ഒന്നാമതായി തർക്കിച്ചവനായിരുന്നു. കാരണം ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹ് സൃഷ്ടിച്ചിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ നാട്ടിൽ മറ്റു ചില ടീമുകൾ പറഞ്ഞറിയോ, സത്യം നോക്കി പിശാജാണ് ഏറ്റവും കളവ് പറയുന്ന ആള്. ഇത് പിശാജിനേക്കാളും വലിയ കളവ്. എന്ത്? പിശാജിന്റെ പേരിൽ കളവ് പറയാ. സാധാരണ പിശാജ് കളവ് പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് പിശാജിന്റെ പേരിൽ, പിശാജിനില്ലാത്ത കളവ് പിശാജിന്റെ പേരിൽ പറയാ. പിശാജ് എന്താ പറയാ, ഞാൻ അള്ളാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യുള്ളൂ, ആദം നബിക്ക് സുജൂദ് ഇല്ല എന്ന് പിശാജ് പറഞ്ഞു എന്ന് പിശാജിന്റെ അമീർമാര്, മനുഷ്യന്മാര് പറയാ. പിശാജ് അങ്ങനെ ഒരു വാദം തന്നെയല്ല പിശാജിന്. പിശാജ് എന്താ പറഞ്ഞ, ഞാൻ അള്ളാഹ്ക്ക് മാത്രം സുജൂദ് ചെയ്യുന്ന പിശാജ് പറഞ്ഞത് അല്ല. എന്താ നിങ്ങൾക്ക് അറിയില്ലേ? അതിന് ഖുർആൻ ഓതാ അറിയാത്ത ആളുകൾക്ക് പോലും അറിയും. എന്താ പറഞ്ഞ പിശാജ്? അവരുടെ ഈഗോ പ്രശ്നമാണ്. അവരുടെ ഈഗോ പ്രശ്നം എന്താണ്? മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ ജോല കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യുക. അവിടെ ഈഗോ ആണ്. അല്ലാതെ പിന്നെ ഞാൻ നിനക്ക് മാത്രം. ഇവരെന്താ പറഞ്ഞു?
പിശാച്, നമ്മള് പാലക്കാട് സമ്മേളനം നടത്തിയല്ലോ, പ്രാർത്ഥന അള്ളാഹുയോട് മാത്രം എന്നത് പിശാചിന്റെ വാദാണ് എന്ന് പറഞ്ഞു പോസ്റ്റ് ഒട്ടിച്ചൂടെ? ആ പ്രാർത്ഥന, കാരണം ആദമാണ് പറഞ്ഞ അള്ളാഹിന് മാത്രം സുജൂദുള്ളൂ, അള്ളാഹ് അങ്ങനെ പിശാച് പറഞ്ഞിട്ട് അതാ രസം. നമുക്ക് ശൈത്താന് കളവ് പറഞ്ഞ, ശൈത്താന് പേരിൽ ഇല്ലാത്ത പറയാ വെച്ചാൽ എന്തൊരു ഇതാണ്. കഴിഞ്ഞ അടുത്ത ഭാഗം എന്ന് വെച്ചാൽ, അപ്പൊ ഏറ്റവും വലിയ തർക്കം അത് തർക്കിച്ചു. ആ തർക്കത്തിന്റെ പരിണിത ഫലം അവിടെ നിന്ന് പുറത്താക്കി, ശാപത്തിന് അർഹനായി. കണ്ടോ? അപ്പോ തർക്കിക്കുന്ന ആളുകളുടെ അമീറാനാണ്? പിശാചാണ്. അവിടെ എന്താ ഇൽമുണ്ടോ? ഇല്ല. അവിടെ ഈഗോ ആണ്. ഇൽമുവിന്റെ അടിസ്ഥാനത്തിൽ ഈഗോ കൊണ്ട് തർക്കിച്ചു. വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ഒക്കെ ചെയ്തു. ആ അഹങ്കാരം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ശൈത്താനാണ് ഇതിന്റെ എല്ലാവരെയും. ഇനി വേറെ ഹദീസിൽ കാണാം, പിന്നെ അതായത് മനുഷ്യന്മാരും എന്ന് സ്വാഭാവികമായിട്ട് വെച്ചാൽ ഈ അറിവില്ലായ്മ കൊണ്ട് മനുഷ്യന്മാർ തർക്കിക്കും. അത് സംഭവം ഞാൻ പറയാം, ഞാൻ പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം, അദ്ദേഹം ചുരുക്കി പറയാം, നമ്മുടെ സുദീർഘായ ഹദീസാണ്. ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചിട്ട് ആദം നബിക്ക് അലൈഹി സ്വലാമിന് അള്ളാഹ് ആയുസ് നിശ്ചയിച്ചത് 1000 വർഷമാണ്. ഓർമ്മ ഞാൻ പറഞ്ഞത് എത്ര? 1000 വർഷം ആദം നബിയുടെ ആയുസ്. അങ്ങനെ ആദം നബിയുടെ എല്ലാ മക്കളെയും ആദം നബിക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ഒരു ഖുർആൻ ആയത്താണ്, ഹദീസാണ്. ആയത്തിൽ അങ്ങനെയുണ്ട്, ഹദീസിൽ അങ്ങനെയുണ്ട്. പ്രദർശിപ്പിച്ചിട്ട് അപ്പൊ ആദം നബിയുടെ എല്ലാ മക്കളും ഒരു മുഖം, ഇങ്ങനെ മുഖം നല്ല നെറ്റിയ മുഖമൊക്കെ പ്രകാശിക്കുന്നത് കണ്ടു. അപ്പോ ആദം നബി അലൈഹി സ്വലാം ചോദിച്ചു, അതാരാണ് നല്ല മുഖമൊക്കെ പ്രകാശം? അപ്പോൾ അത് ദാവൂദ് നബിയാണ്. ആരാണ്? ദാവൂദ് നബി. അപ്പൊ ദാവൂദ് നബിക്ക് എത്ര വയസ്സാണ് ചോദിച്ചു, എത്ര ആയുസുണ്ട് ചോദിച്ചു. ചില റിപ്പോർട്ടിൽ 40, ചില റിപ്പോർട്ട് 60 വർഷമാണ് പറഞ്ഞു. എത്ര? 60. അപ്പോൾ ആദം നബിക്ക് ഭയങ്കര സങ്കടമായി. കുറച്ച് കൂട്ടി കൊടുത്തൂടെ ചോദിച്ചു. 60 ഭയങ്കര കുറച്ച് കൂട്ടി വരും, അത് പറ്റൂല. വേണമെങ്കിൽ നിങ്ങളുടെ ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം അങ്ങോട്ട് കുറച്ച്. എന്നാൽ ഒരു 40 വയസ്സ് എൻ്റെ വക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇതങ്ങോട്ട് കൂട്ടിക്കൊടുത്തു. അപ്പം എത്ര ഇവിടെ? 960 ഇവിടെ 40 അങ്ങോട്ട് കൊടുത്തു, അങ്ങനെ 100 ആയി. ആ സംഭവം അത് ആലമുൽ അർവാഹിൽ വെച്ച് നടന്നൊരു സംഭവമാണ്. വെച്ചാൽ ഈ ദുനിയാവിലേക്ക് വരുന്നതിന് മുമ്പ് നടന്നൊരു സംഭവമാണ് ഹദീസിൽ പറയുന്നത്. അങ്ങനെ ദുനിയാവിലേക്ക് ആദം നബി അലൈഹി സ്വലാം വന്നു. 960 വയസ്സായപ്പോൾ മലക്കുൽ മൗത്ത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആയുസ് അല്ലെ റൂഹ് എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ പ്രവാചകന്മാരുടെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് മെസ്സേജ് കിട്ടും, എന്ത് മരിക്കാനായിട്ടുണ്ട്, അടുത്തിട്ടുണ്ട്, നമ്മൾ പോകുക എന്ന് അവർക്ക് എന്ത് ചെയ്യും, മെസ്സേജ് കിട്ടും. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാം പറയാം, എനിക്ക് സമയമായിട്ടില്ല എന്ന്. ഏത് എനിക്ക് അള്ളാന്ന് 1000 എന്താ 960 ആകുമ്പോഴേക്കും അത് വന്നേക്കണ്. അപ്പൊ ആദം നബി എന്ത് മറന്നു? ഈ 40 കൊടുത്ത് മറന്നു. അപ്പൊ മറക്കുകയും ചെയ്തു. പിന്നെ മലക്കുൽ മൗത്തിന്റെ ഒരേ തർക്കം. അവസാനം അന്ന് രേഖപ്പെടുത്തി വെച്ചിരുന്നു, അതുപോലെ രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്ത് ഈ സംഭവം. അപ്പൊ അതിന്റെ ആ തെളിവുകൾ അങ്ങനെ നിങ്ങൾ 40 വയസ്സ് കൊടുത്തു അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അപ്പൊ അതിലൊരു ഹദീസ് പറയുന്നുണ്ട്, ആദ്യമായി മറന്നത് ആദം നബി അലൈഹി ഇസ്ലാമാണ്, അതുകൊണ്ട് ആദമിന്റെ മക്കളൊക്കെ മറക്കും. ശരിയല്ലേ? മറക്കുന്നു. ആദം നബി അലൈഹി ഇസ്ലാം മലക്കിനോട് തർക്കിച്ചു, അതുകൊണ്ട് ആദമിന്റെ മക്കളൊക്കെ തർക്കിക്കും എന്നും പറഞ്ഞു. അപ്പൊ തർക്കിച്ചല്ലേ മലക്കിനോട്? ഇല്ല എന്തത് ഒരു ഇതില്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഈ മറന്നതിന്റെ പേര് പിന്നെ പറ്റൂല തർക്കി. ഏത്? അല്ല, ഇത് അവിടെയാണ്. ഇത് ദുനിയാവിലേക്ക്, ദുനിയാവിലാ അത്ര തർക്കിച്ചില്ല. അത് അവസാനം മരിക്കുക. അതായത് അതിന് കിട്ടുന്ന ഒരു ആശയ പഠിപ്പിക്കുന്ന വെച്ചാൽ ആദം നബി അലൈഹി സ്വലാം തർക്കിച്ചത് കൊണ്ട് ആദമിന്റെ മക്കളൊക്കെ എന്ത് ചെയ്യും? ഹദീസാണത്, സ്വഹിയാണ്, ഹദീസ് സ്വഹിയാണ്. ഹദീസ് സ്വഹിയാണ്. പിന്നെ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ സമയമില്ലാത്തോണ്ടേ പിന്നെ ആദം അലൈഹിസ്സലാം ആദം നബി അലൈഹി സ്വലാം മറന്നു, അതുകൊണ്ട് മക്കളൊക്കെ മറക്കും.
ആദം നബി അലൈഹി ഇസ്ലാം തർക്കിച്ചു, അതുകൊണ്ട് മക്കളൊക്കെ തർക്കിക്കും. ഇത് സ്വഹീഹ് തിർമിദി 3368 ഹദീസ് നമ്പർ, സ്വഹീഹാണ് ഹദീസ്. വയസ്സ് കൂടി നമുക്ക് കൺഫേം ആക്കാം, ഉറപ്പാക്കാം. അവരുടെ ആയുസൊക്കെ ഓരോരുത്തരുടെ വയസ്സും അവർ നെറ്റിയിൽ എഴുതി വെച്ചിരുന്നു എന്നാണ്, നമ്മളെ മിസ് ചെയ്ത് എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതിനാണ് ഒരു പിന്നെ വ്യക്തിയുടെ, അപ്പോൾ ആരാ ദാവൂദ് അലൈഹി 40 സന 40 വർഷം, ഞാൻ പറഞ്ഞു 2 റിപ്പോർട്ടിൽ 40 വർഷം. അപ്പോൾ 60 വർഷം എന്ത് ചെയ്തു, അങ്ങോട്ട് വർദ്ധിപ്പിച്ചു, അങ്ങോട്ട് കൊടുത്തു എന്നാണ്. നബി എൻ്റെ കുട്ടിക്ക് ഒരു 40 സന കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആയുസ്സിന് 60 സന അങ്ങോട്ട് കൊടുക്കുകയാണ്. അതാണ് സംഭവം. ഞാൻ പറഞ്ഞത് തർക്കിക്കാത്ത മറക്കാത്ത ആൾക്കാരുണ്ടോ? ഇല്ല. അതിനുവേണ്ടി പറഞ്ഞത്. അപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലായില്ല? നമ്മൾ ഇതിലല്ലേ പോകണം, നമ്മൾ വേറെ പോകണല്ലോ. നിങ്ങൾ ട്രാക്ക് മാറല്ലേ? ഇത് വരും ഒക്കെ വരും. കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ ഉണ്ട്, ഗ്രേഡ് കുറഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ തർക്കം നോക്കാം, നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യമായി തർക്കിച്ചതാരാണ്? ശൈത്താൻ ആദ്യമായി തർക്കിച്ചത്. ആദം നബിയും തർക്കിച്ചിട്ടുണ്ട്. പക്ഷെ ആദം നബി തർക്കിച്ചത് പിശാചിന് തർക്കമല്ല, ഈഗോ തർക്കമല്ല. എന്തായിരുന്നു? ഹക്ക് മനസ്സിലാക്കാതെയുള്ള അല്ലെങ്കിൽ ന്യായം. ആദം നബി അലൈഹി സ്വലാമിന്റെ ന്യായം ഉണ്ട്. എന്താണ്? ആയുസ് കുറച്ച് കൊടുത്തു, മറന്നുപോയി. മറന്നതിന് പേരിൽ തർക്കമാണ്. അപ്പൊ മനുഷ്യന്മാരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ തർക്കിക്കണൊക്കെ എന്താണ്, നമ്മുടെ ഭാഗത്ത് ന്യായം വേണ്ടിട്ടായിരിക്കും തർക്കിക്കുക. പക്ഷെ ഈ ശൈത്താന്റെ തർക്കം അങ്ങനെയല്ല. ഓക്കെ, ശരി. ഇനി നമ്മൾ പഠിക്കേണ്ടത് വെച്ചാൽ ഖുർആനിലായത്ത് മുൻ സമുദായങ്ങള് അവര് ശിക്ഷിക്കപ്പെടാനൊരു കാരണവും ഈ തർക്കമായിരുന്നു എന്ന് ഖുർആൻ പല അധ്യായങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന അറിയോ, നമ്മൾ ഈ ജിദാൽ ഒഴിവാക്കണം, തർക്കം എന്ത് ചെയ്യാ. കാരണം ഇന്ന അബ്ഗള റിജാലി ഇലല്ലാഹ് അലദ്ദുൽ ഖസിം, ഒരു ഹദീസാണ്. അള്ളാഹ്ക്ക് മനുഷ്യരിൽ വെച്ച്, ജനങ്ങളിൽ ആളുകളിൽ വെച്ച് ഏറ്റവും കോപമുള്ളത് അലദ്ദുൽ ഖസിം, കുദർക്കി എന്ന് പറഞ്ഞേ. ചില ആൾക്കാർ സമ്മതിച്ചു തരില്ല. അവർ അതെന്താ സമ്മതിച്ചു വെച്ചാൽ അവരുടെ എന്താണ്, ഇപ്പോൾ ഭാര്യയാണ് പറയുന്നത്, ഭർത്താവിൻ്റെ ഒരിക്കലും എന്ത് ചെയ്യില്ല, താഴ്ന്നു കൊടുക്കൂല. നീ ഭർത്താവാണ് പറഞ്ഞെങ്കിൽ ഭാര്യ എന്തെങ്കിലും ഒരിക്കലും എന്ത് ചെയ്യില്ല. അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അതിന് ചില ആൾക്കാർ അവർ താഴ്ന്നു കൊടുത്താൽ ഞാൻ അംഗീകരിച്ച എന്താവും, എൻ്റെ ഒരു ഇമേജ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിലയ്ക്ക് എന്ത് ചെയ്യും. അപ്പോൾ നല്ല നമ്മളല്ലേ എന്താ, ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് പ്ലാനില്ല എന്ന് പറഞ്ഞിട്ട് തർക്കിക്കില്ലേ. അപ്പോൾ നമ്മൾ അതന്നെ, അതായത് എന്തെങ്കിലും വിഷയമായിരിക്കും. ആ വിഷയത്തിൽ ചിലപ്പോൾ ഇയാളുടെ ഭാഗത്ത് ഹക്കില്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യുക, പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യും. ശ്രദ്ധിക്കണം നമ്മൾ നിസ്സാരമല്ല അത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദീനീയപരമാണ്. അങ്ങനെ തർക്കിച്ച ഒരുപക്ഷെ അവനെ പരാജയപ്പെടുത്താം. പക്ഷെ എവിടെ നമ്മൾ നഷ്ടപ്പെടും? അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ ഏറ്റവും അള്ളാഹിൻ്റെ കോപത്തിന് വിധേയരാകും നമ്മൾ. അപ്പോൾ അത് പരമാവധി എന്ത് ചെയ്യാം, തർക്കം ഒഴിവാക്കാനാണ്. അതുപോലെ ഒരു ഹദീസ് കാണാം, പിന്നെ അനാവശ്യമായി തർക്കം നടത്തുക എന്ന് പറഞ്ഞ് പിശാചാണ്. അത് അഹങ്കാരത്തിന്റെ ലക്ഷണം കൂടിയാണ്. ഏതിന്റെ? അപ്പൊ കിബിറുണ്ടോ? കിബിറുള്ളവർക്ക് എന്തുണ്ടാവും? തർക്കം നടത്തുന്നവൻ ആരാണ്? തർക്കം നടത്തുന്നവള് കിബിറുള്ളവരാണ്, അഹങ്കാരമുണ്ട്. കാരണം ഇബ്ലീസ് ഉള്ളതുകൊണ്ടാണ് തർക്കിച്ചതെന്നാണ്. ഇനി ഖുർആന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ ഹദീസ് പറഞ്ഞത് നമ്മളായത് അൽ മിറാഉ ഫിൽ ഖുർആനി കുഫ്റുൻ. ഖുർആന്റെ വിഷയത്തിൽ ആൾ തർക്കിച്ചാൽ അത് ആള് അവിശ്വാസമായി പോകും. അവിശ്വാസമാണത്. ഖുർആന്റെ വിഷയത്തിൽ ചെയ്യാൻ പാടില്ല അനാവശ്യ തർക്കങ്ങൾ. ഇപ്പോൾ ഖുർആൻ നമ്മൾ ഒന്നും അർത്ഥം പറയുന്നു, ഖുർആന്റെ വിഷയത്തിൽ അനാവശ്യം എന്തെല്ലാം കളവുകളാണ് അല്ലേ, എന്തെല്ലാം നുണങ്ങൾ, വ്യാജപ്രചന. ഖുർആൻ ഓതി കളവ് പറയാ, ഖുർആന്റെ ആയത്തുകൾ ഓതി കളവ് പറയാ. ഇപ്പോഴും ഖുർആൻ ഒരുപാട് ആൾക്കാരില്ലേ ആണ്. അപ്പോൾ അങ്ങനെ കുഫറാണ്. ഇനി നിമിഷം വേറെ ഹദീസ് പറഞ്ഞു, പിന്നെ ഒരു സമുദായം വഴിവഴിച്ചു പോകാനുള്ള കാരണം, ഒരു സമുദായം ഹിദായത്ത് കിട്ടി എപ്പോഴാണ് വഴിവഴിച്ചു പോകാന്നറിയോ? അവർ തർക്കം അവരിലേക്ക് കടന്നു വരുമ്പോൾ. തർക്കം വന്നോ പിന്നെ മറ്റവനെ തോൽപ്പിക്കുകയായിരിക്കും ലക്ഷ്യം. അതിലൂടെ എന്ത് ചെയ്യും? ഞാൻ ഒന്നുകൂടി പറയട്ടെ, കുറച്ച് വൈഡാണ്, ചിലപ്പോൾ അത് ശരിയാകാം തെറ്റാകാം, എൻ്റെ ഒരു നിഗമനാണ്. അപ്പോൾ നമ്മൾ ഏത് സംഘടനയാകട്ടെ, നമ്മുടെ സംഘടന ഉൾപ്പെടെ, അത് അവർ തമ്മിൽ സംഘടന സ്പ്ലിറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ സംഘടന ആളുകൾ തമ്മിൽ തെറ്റുമ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെറിയ വിഷയങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. തെറ്റുമ്പോൾ കുറച്ചൊന്നോ രണ്ടോ വിഷയങ്ങളായിരിക്കും.
പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ 1-2 വിഷയങ്ങളല്ല, പിന്നെ 25, 50, 60 വിഷയങ്ങൾ എന്തായിരിക്കും. പിന്നെ എന്ത് ചെയ്യാണ്, കൂടുതൽ തെറ്റാൻ വേണ്ടിയുള്ള ചകഞ്ഞ് അന്വേഷിക്കുകയാണ്. ശരിയല്ലേ? തുടക്കത്തിലുള്ളതല്ലോ. പിന്നെ വരുമ്പോൾ കുറെ പിന്നെ ഓരോന്നോ പിന്നെന്താണ് അവിടുത്തെ ന്യൂനത എങ്ങനെ, അവിടെ നീ പോരായ്മ കാത്തിരിക്കുക. ഇപ്പുറത്തെ വിഭാഗം, ഇപ്പുറത്തെ വിഭാഗം, അപ്പുറത്ത് പോരായ്മ എന്തെങ്കിലും കിട്ടുക. അവിടെ നിന്ന് സ്കലിതം വന്നാൽ ഉടൻ എന്ത് ചെയ്യും, അടുത്ത അപ്പത്തന്നെ വീഡിയോ ചെയ്യും. ഇവരൊക്കെ പ്രസംഗിക്കുന്നത് നിങ്ങൾ ഒരാളെ തെറ്റ് കഴിഞ്ഞാൽ അയാളെ കണ്ട് പേഴ്സണലായിട്ട് ഉപദേശിക്കുന്നു പറയുന്ന ആൾക്കാർ അപ്പൊ തന്നെ ഉടൻ ക്ലിപ്പിംഗ് ആക്കുന്നു, അടുത്ത് ഇടുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. പുലി എന്നൊക്കെ പണ്ട്. അപ്പൊ അവര് ഈ പഠിപ്പിച്ച ഈ നസീഹത്ത് ഡയറക്റ്റ് ഉപദേശമൊന്നും അവർക്കില്ലേ, അവർക്ക് ബാധകല്ലേ. ഇപ്പൊ ഏതെങ്കിലും പണ്ട് പൊതുപ്രസംഗത്തിൽ ഒരു പ്രസംഗം നടത്തി, അപ്പൊ അയാളൊരു വീഴ്ച അത് എന്താ ചെയ്യേണ്ടത്, അവരെന്ത് ചെയ്യും, പണ്ഡിതന്മാരെന്താ പഠിപ്പിച്ചെന്ന്, ആ തെറ്റിയ ആളോട് ഒരു ഫോൺ ചെയ്തിട്ടോ നിങ്ങൾ പറഞ്ഞ ഹദീസ് തെറ്റാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞ് നിങ്ങൾ തിരുത്തണം. അപ്പൊ അയാൾ തിരുത്തിയാൽ കഴിഞ്ഞു. ഇന്നെന്തായാലും അയാൾക്ക് തെറ്റിയോണ്ട് നാട് മുഴുവൻ അറിയിക്കുക, ഒരു വലിയ സമ്മേളനം വെക്കുക, എന്നിട്ട് അയാൾക്ക് തെറ്റിയോണ്ട് എന്ത് ചെയ്യുക. അപ്പൊ അയാൾ തിരുത്തൂല, അയാൾ പിന്നെ തെറ്റിന് ന്യായീകരിക്കും, പിന്നെ അടുത്ത ചകഞ്ഞ് വേറെ അന്വേഷിക്കും ഇതിനെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഞാൻ ഒരു വിഭാഗം ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ജിദാൽ എവിടെയൊക്കെ കടന്നു വന്നോ അവരുടെ ഹിദായത്ത് പോലും എന്ത് ചെയ്യും, ഹിദായത്ത് കിട്ടിയിട്ട് വഴിവെച്ചു പോകുമാര്. തർക്കം വന്നാൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും, പിന്നെ എവിടെ വഴിവെച്ചു. ഇത് മാത്രമല്ല ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തുണ്ട്. ഹജ്ജിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ ഹജ്ജിന് പോകണം. ഹജ്ജിന് പോകുമ്പോ പിന്നെ ഒരായതാണ്. അനാവശ്യങ്ങൾ പാടില്ല, തെമ്മാടുത്ത്, അതുപോലെ ശൃംഗാരം, അതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തർക്കങ്ങൾ, ഇതൊന്നും പാടില്ല ഹജ്ജിന് പോകുമ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് അത് പോകുമ്പോൾ തന്നെ ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു മാത്രം. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ പല രീതിയിൽ തർക്കമുണ്ട്. ചിലർ ഇപ്പോൾ ഹദീസിൽ കാണാം, ആളുകൾ വിജ്ഞാനം നേടും, അറിവ് നേടും. നമ്മൾ എന്തിനാ അറിവ് നേടുന്നത്? അപ്പോൾ നമ്മൾ പഠിക്കുന്നതും നമ്മൾ പ്രസംഗം കേൾക്കുന്നതും എന്തിനാണ് നമ്മൾ അറിവ് നേടുന്നത്? അല്ല, നേടുന്നപ്പോൾ പഠിക്കുന്ന ഒരാൾക്കൊരു ലക്ഷ്യമാണല്ലോ. നിങ്ങൾ എന്തിനാ അറിവ് നേടുന്നത് ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് ഉത്തരം? നിങ്ങൾക്ക് അതുപോലെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ, അല്ലെങ്കിൽ അറിയാത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ അല്ലേ. നമുക്ക് പരലോകത്ത് കൂലി, മൊത്തം പറഞ്ഞാൽ പരലോകത്ത് കൂലി കിട്ടാനാണ് അല്ലേ ലക്ഷ്യം. മനസ്സിലായില്ല? എളിമ. ഞാൻ എളിമാന്ന് കേൾക്കണേ, എളിമാന്ന്. അപ്പോ ഞാൻ പറഞ്ഞത് അല്ല, ഇവിടെ ഇൽമിന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ഇൽമ് പരലോകത്ത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? പരലോകത്ത് ഉപകാരപ്പെടുന്നില്ലേ? അപ്പൊ ഇവിടെ റസൂൽ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ വിജ്ഞാനം നേടുന്നത് പണ്ഡിതന്മാരുമായിട്ട് കിടപിടിക്കാൻ വേണ്ടി. പണ്ഡിതന്മാർക്കിടയിൽ ഞാൻ വലിയ ഓർമ്മ അങ്ങനെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇത് തർക്കിക്കാനൊക്കെ വേണ്ടിയിട്ട്. ചില ആളുകൾ വിഡ്ഢികളും വിവരമില്ലാത്ത ആളുകൾക്കിടയിൽ തർക്കിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇൽമു നേടും. എന്നിട്ട് ആളുകൾക്കിടയിൽ പോയിട്ട് എന്ത് ചെയ്യും, മറ്റേ ജാഹിലാണല്ലോ, അപ്പോൾ അയാൾ ഭയങ്കര തർക്കമായിരിക്കും. ചില ആളുകൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അറിവ് നേടും. 3 ടൈപ്പ് പറഞ്ഞു. ചില ആളുകൾ പണ്ഡിതന്മാർക്കിടയിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കാൻ, ഇവനാള് സംഭവം അങ്ങനല്ലേ. ചില ആളുകൾ വിവരമില്ലാത്ത വിഡ്ഢികളോട് തർക്കിക്കാൻ വേണ്ടിയിട്ട്, കാരണം അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, തർക്കിക്കും. ചില ആളുകളുടെ മുഖം തിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതായത് ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ട്. ഇവരെല്ലാം നരകത്ത് പോവുക. വിജ്ഞാനം നേടിയപ്പോൾ എന്താ കാര്യം? അപ്പോ വിജ്ഞാനം. അപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞത് തർക്കിക്കാൻ വേണ്ടി വിജ്ഞാനം നേടി അവിടെ എത്തും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തർക്കാണ് നമ്മുടെ വിഷയം, വളരെ പ്രധാനപ്പെട്ടത്. പിശാചിന് ഏറ്റവും ഇഷ്ടം തർക്കാണ്. പരസ്പരം തമ്മി തല്ലിക്കുക. തർക്കം പറഞ്ഞ അങ്ങനെയാണല്ലോ, തർക്കിച്ച് പിന്നെ അവസാനം ഉണ്ടാവും. അല്ലാതെ നമ്മൾ ആദ്യം ഇങ്ങനെ പറയും, കണ്ണുരുട്ടും കാതുരുട്ടും, പിന്നെ വായ കൊണ്ടാവും, പിന്നെ കയ്യിൽ എന്താ കിട്ടുക, ഒലക്കാണെങ്കിൽ ഒലക്ക, കട്ടാണെങ്കിൽ കട്ട, എന്താ വെച്ചാൽ പിന്നെ അതാണ്. അപ്പൊ അതങ്ങനെയാണ്. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് എന്തറിയോ, പിശാചിന് ശൈത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആളുകൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനാണ്. തർക്കം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഭിന്നിപ്പ് ഉണ്ടാക്കുക. അതിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുക എന്നുള്ളതാണ് പിശാചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇന്ന്
പിന്നെ ഇപ്പോൾ ഇന്നലെ ഞാനൊരു ഫേസ്ബുക്ക് ഒരു ന്യൂസ് വായിച്ചപ്പോൾ എന്ന് വെച്ചാൽ അതിൽ മെയിനായിട്ട് അവർ പറയുന്നത് ഒരു പിന്നെ സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ ഫാമിലി ഒരു എന്താ പറയുക കൗൺസിലറാണ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഫാമിലി ഒരു റിസർച്ച് നടത്തിയ മിക്ക ഫാമിലിയും ഭയങ്കര തർക്കമാണ്. ഭാര്യ ഭർത്താവ് അംഗീകരിക്കുന്ന ഭർത്താവ് അങ്ങനെ അതുകൊണ്ട് ഇത് കേട്ടാണ് മക്കൾ വളരെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തർക്കം ഒഴിവാക്കിയാൽ പരസ്പരം നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം, ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ തർക്കം ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ ആരും എന്ത് ചെയ്യുന്നില്ല. എല്ലാവർക്കും പണ്ടത്തെ പോലെ എല്ലാവർക്കും വിവരമായി, വിൽക്കാൻ അറിവായി. പണ്ട് ആർക്കും രണ്ടുപേരും ചില വിവരം ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരാൾക്ക് വിവരം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞൊക്കെ കേട്ടിരിക്കാം, ഇതായിക്കോട്ടെ നീ പറഞ്ഞു പോട്ടാണ്ട് മിണ്ടായിരിക്കും. ഇന്ന് അങ്ങനെയല്ല, ഞാനും പഠിച്ചവളാണ് നീ അപ്പോൾ എന്തില്ല നീ പിന്നെ പഠിച്ചു അങ്ങനെ പിന്നെ അങ്ങനെ ഒരിക്കലും എന്ത് താഴ്ന്നു കൊടുക്കില്ല. ഭയങ്കര പ്രശ്നം. അത് മനസ്സിലാക്കുന്നത് വെച്ചാൽ ഹദീസിൽ കാണാം, പിശാച് വലിയ ഫസാദ് ഉണ്ടാക്കും. അത് ഫസാദ് ഉണ്ടാക്കി ത്വലാക്ക് വരെ എത്തിക്കും. അപ്പോൾ അത് പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പോൾ അതുകൊണ്ട് കുടുംബജീവിതത്തിൽ തർക്കം ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുക. പറഞ്ഞ സമ്മതിച്ചു കൊടുക്കുക. ചിലപ്പോൾ അന്ന് അത് കാര്യമില്ലാന്നേ. ശരി ഓക്കെ, അതൊക്കെ കുറച്ച് ശരിയാവും. അതൊന്ന് താന്നു, അത് പക്ഷെ അപ്പോൾ പറയാം ആര് താന്നു കൊടുക്കും, അതാ പ്രശ്നം. താന്നു കൊടുക്കാൻ ശരി. അപ്പോൾ നമ്മൾ ചോദിക്കും മൂപ്പർക്ക് താന്നാ എന്താ, മൂപ്പര് ചോദിക്കും അവൾക്ക് താന്നാ എന്താ ചോദിക്കും. പിന്നെ താഴ്ന്ന ആരാന്ന് ചോദിച്ചു പിന്നെ അതിൻ്റെ പേരിൽ അടി. പ്രശ്നത്തിൻ്റെ പേരിലല്ല, പിന്നെ ആര് താഴെന്ന് ചോദിക്കാൻ അടി. അപ്പോൾ അതാണ് വിഷയം. അപ്പോൾ നമ്മളത് ഈ പറയണ പോലെ എളുപ്പമല്ല. കുടുംബജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള എളുപ്പമല്ല. എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ അതിന് ഇൽമ് വേണം, ഹിക്മത്ത് വേണം. ഹിക്മത്ത് വേണം അതിന്. കുടുംബജീവിതത്തിൽ ഹിക്മത്ത് വേണം. നുണ പറയാൻ അനുവദിച്ച രണ്ട് വിഭാഗമാണ് ഭാര്യ ഭർത്താക്കന്മാർ. ആരെ ഹദീസിലുണ്ട് നുണ പറയാം അവർക്ക്. എന്തിന്? ആ നുണ കുടുംബബന്ധം തകരാനല്ല, കുടുംബബന്ധം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ. അതൊരിക്കലും ഭാര്യയുടെ ഹക്കോ ഭർത്താവിൻ്റെ ഹക്കോ എന്ത് ചെയ്യാൻ പാടില്ല, അവകാശങ്ങൾ നിഷേധിക്കാനും പാടില്ല. പല പണ്ഡിതന്മാർ ഒരു കറി വെച്ചു, കറി തൊള്ളേക്ക് വെക്കാൻ പറ്റില്ല, നന്നായിട്ടുണ്ട്, നുണയാണത്. പക്ഷെ ആ നുണ പറയാ. ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തു, ഉടുക്കാൻ പോയിട്ട് അലക്കാൻ പോലും പറ്റില്ല, നന്നായിട്ടുണ്ട്, അത് നുണയാണ്. പക്ഷെ എന്താ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നുണ പറയാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? അതൊക്കെ നമ്മൾ പഠിക്കണം. ഹദീസിലുള്ളതാണ് ഞാൻ പറഞ്ഞത് നുണ. അപ്പം ഞാൻ പറഞ്ഞത് നിമിഷം പിശാജ് ഭയങ്കര ഫസാദ് ഉണ്ടാക്കും. റസൂൽ തന്നെ കുടുംബത്തിലൊരു ഫസാദ് ഉണ്ടാക്കിയില്ലേ? എന്താ നമ്മൾ പറഞ്ഞത്? ഇത് പഠിപ്പിച്ച നബിയും ഭാര്യയും 1 മാസം തെറ്റിയുന്നുണ്ട്. റസൂലുള്ളാഹിയും ഭാര്യമാരും 1 മാസം തെറ്റി. റസൂൽ വീട്ടിൽ പോയില്ല. അങ്ങനെ 29 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്നു. ആയിഷായുടെ അടുക്കിലേക്ക് വന്നത്. അപ്പം ആയിഷാട് തന്നെ പറഞ്ഞു 30 ആയിട്ടില്ലല്ലോ എന്ന്. ആ ദേഷ്യം തീർന്നിട്ടില്ല. ഏത് അങ്ങനെ വിട്ടുകൊടുക്കില്ലല്ലോ. 1 മാസം കൊണ്ട് പോയിട്ട് 29 ദിവസം കഴിഞ്ഞപ്പോൾ കയറി വരുന്നത്. അപ്പൊ റസൂല് പറഞ്ഞു അറബി മാസം എന്തുണ്ട് 29 ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? ഈ മാസം 29 പറഞ്ഞു. 1 മാസമായില്ലേ? അതാണ് കഴിഞ്ഞ് ഫിനിഷ്. അപ്പൊ അപ്പോഴാണ് അവരുടെ ഹദീസ് ഇടുന്നത്. റസൂൽ പറഞ്ഞു അങ്ങനെ കൈ കാണിച്ച് അറബി മാസം ഇങ്ങനെ കാണിച്ചു ഒരിക്കൽ, പിന്നെ ഇങ്ങനെ കാണിച്ചു, ഒരു വരെ ചുരുക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഇന്ന് 29 പറഞ്ഞു. പ്രശ്നം കഴിഞ്ഞില്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോൾ റസൂൽ നബി വരെ ഭാര്യമാർക്കിടെ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഗ്രൂപ്പ് ഉള്ളത് പോലെ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ 2 ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾ പഠിക്കണത് റസൂലുള്ളാഹിന്റെ ഫാമിലി പഠിച്ചാൽ നല്ല രസമാണ്. ആയിഷ റളിയല്ലാഹു ഹഫ്സ റളിയല്ലാഹു എന്നുള്ള യങ് ടീം വേറെ ഉണ്ട്. കുറച്ച് പ്രായമുള്ള സഹാബ വനിതകൾ ഭാര്യമാർ വേറെ ടീമുണ്ട്. അതുകൊണ്ട് 2 ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞു 2 ഗ്രൂപ്പ് ഉണ്ടെന്ന്. ഫാത്തിമ റളിയല്ലാഹു പിരികേറ്റി. എന്തിനാ ഫാത്തിമ റളിയല്ലാഹു പിരികേറ്റി പറയാ? പിന്നെ കുറച്ച് ഭാര്യമാരെ കൂട്ടിയിട്ട് എന്തോ ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ മാത്രം നബിക്ക് ഒരു പ്രത്യേക ഇഷ്ടം. ഫാത്തിമ അത് ശരിയല്ലെന്ന് പോയി പറയുമായിരുന്നു. അതായത് ഉണ്ട് അങ്ങനെ ചില അങ്ങനെ ഭാര്യമാർക്കിടയിലാണ് സംഭവം. അപ്പൊ ഇവിടെയൊക്കെ പോകുന്ന രസകരമാണ് സംഭവം. അപ്പോൾ അവസാനം പോയി അതിന് കുറെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ആയിഷ റളിയല്ലാഹു ഇഷ്ടപ്പെടാൻ നമ്മൾ പറഞ്ഞു, ഒന്നും മിമ്പറടക്കം പറഞ്ഞു 9 കാരണങ്ങളുണ്ട് ഇതുകൊണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ ആയിഷ റളിയല്ലാഹു ഇങ്ങനെ വന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു ഇങ്ങനെ വരികയാണ്. ഉപ്പാ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. എന്താ മോളെ, നിങ്ങൾ സഹാബികളൊക്കെ സമ്മാനം തരുന്നൊക്കെ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിങ്ങളുള്ളപ്പോഴാണ് സഹാബികൾ സമ്മാനം കൊണ്ട് തരുന്നത്. വേറെ ഭാര്യമാരുണ്ടാകുമ്പോൾ സഹാബികൾ സമ്മാനം കൊണ്ട് തരുന്നില്ല. അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നാണ് മോളെ. ഇപ്പാക്ക് ഇഷ്ടമല്ലേ മോക്ക് ഇഷ്ടമല്ലേ? ഇപ്പാക്ക് ആയിഷാന് ഇഷ്ടമാണ് മോളെ, നിനക്ക് ഇഷ്ടമല്ലേ? എന്നാ പൊയ്ക്കോ പറഞ്ഞു. കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു. സിമ്പിള്.
അവിടെ പോയിട്ട് അവർ ഇന്ന് കാത്തിക്കാണ് ഏത് പുറത്ത് എന്തായിരിക്കും നല്ല ഇനി ഇമാരി പഠിക്കാൻ വിട്ടാണ്ടല്ലോ എന്നുകൊണ്ട് നല്ല രസമാണ്. നമ്മൾ ഹദീസ് വായിക്കുമ്പോൾ ആസ്വദിച്ച് പഠിക്കും, കുറേ ചിരിക്കും, കുറേ നല്ല നല്ല രസമാണ്. നമുക്ക് അങ്ങനെ ആ ഫീൽ കിട്ടും ശരിക്കും വായിക്കണം. ഓക്കെ, അങ്ങനെ കുറേ. അപ്പോൾ ഞാൻ പറയുന്നത് സംഭവം സിമ്പിളാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് നല്ല ക്ഷമയും നല്ല പിന്നെ വിട്ടുവീഴ്ചയൊക്കെ വേണം. മാത്രമല്ല തർക്കിച്ചതിൻ്റെ ഫലമായി നമുക്ക് വലിയൊരു നിയമത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്ന് അല്ലാഹ് അറിയിച്ചു കൊടുത്തു. ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്ന് റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്തു? അല്ലാഹ് വഹി കൊടുത്തു, ഇന്ന ദിവസമാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ രാത്രിയിൽ ഇരുന്നാൽ മതി, 1000 മാസം ചെയ്ത കൂലി കിട്ടും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്തോഷ വാർത്ത അങ്ങനെ അറിയിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നോക്കുമ്പോൾ 2 സ്വഹാബികൾ പൊരിഞ്ഞ വഴക്ക്, ഭയങ്കര കച്ചറ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കച്ചറ ഒന്ന് സോൾവ് ആക്കുമ്പോഴേക്കും ഈ ഇൽമ് എടുത്തു, മറന്നു. ഈ ഇൽമിനെ അല്ലാഹ് തിരിച്ചെടുത്തു. ഒരു ഹദീസിൽ പറഞ്ഞു, ഞാൻ ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണ് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി വന്നാണ്. ഫുലാൻ ഫുലാൻ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ലിയിട്ട് അല്ലാഹ് ഉയർത്തി കളഞ്ഞു. ഇത് പറഞ്ഞു അസായക്കൊരു നിങ്ങൾക്ക് ഹൈറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഇരിക്കുള്ളൂ, ഒരു കാര്യം 10 ദിവസം ഇരുന്നോളി. അപ്പൊ അതുകൊണ്ട് അവസാനത്തെ 10 എന്ത് ചെയ്യുക? പിന്നെ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ താസീലും സാബിയിലും ഹാമിസിലൊക്കെ ആ ഇൽമു ഉയർത്തപ്പെട്ടു. എന്താ കാരണം? തർക്കം. അപ്പോൾ നമ്മൾ മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി എന്താട്ടെ വീട് ഇപ്പൊ ഒരു കുടുംബത്തിൽ 2 പേർ തർക്കിച്ചു, ഭാര്യ ഭർത്താവ് 2 വീട്ടിൽ പോയി, ആർക്കാ നഷ്ടം? അവർക്ക് തന്നെയാണ്. മക്കൾക്ക് അതിലേറെ നഷ്ടം. ഈ പാവങ്ങള് അല്ലേ, 2 ഭാഗത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് കോടതി കയറി, അവള് എനിക്ക് വ്യാഴാഴ്ച കാണണം, എനിക്ക് വെള്ളിയാഴ്ച കാണണം. അങ്ങ് കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ. വക്കീലിന് ഇങ്ങനെ കൊട്ടക്കണക്കിന് പൈസ കൊണ്ട് കൊടുക്കുക. വക്കീൽ ഇങ്ങനെ അവിടെ നിന്ന് പിരിയേറ്റ അവിടെ പിരിയേറ്റ, പൈസ പോയാലും പ്രശ്നമല്ല, വിട്ടുവീഴ്ച ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ പിടിവാശികൾ ഒരുപാട് സമ്പത്ത് നഷ്ടം. ഇപ്പോൾ നോക്കുക, സംഘടനകൾ സ്പ്ലിറ്റായി. ഒരേ ആശയത്താലും ആദർശം അത് പടുത്തുയർത്താൻ വേണ്ടി പള്ളികൾ കൂടി എന്തായി, നമ്മുടെ ഒരുമിച്ച് നിൽക്കേണ്ട സമ്പത്തൊക്കെ സ്പ്ലിറ്റായി. ഒരുമിച്ച് എഫേർട്ട് അല്ലെങ്കിൽ ചെയ്യേണ്ട റിസൾട്ടൊക്കെ സ്പ്ലിറ്റ്, പല ഭാഗത്ത് ചിന്നിച്ചിതറി. അതുകൊണ്ട് മറ്റേ ഗ്രൂപ്പിനെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് അവരില്ലേ, അവർ കൊണ്ടോട്ടെ, ഇവരെ ആക്രമിച്ചാൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ സമൂഹം നശിച്ചു പോകുക. അപ്പം അത് സമൂഹം മുസ്ലിം ഉമ്മത്തിനാണ് നാശം. പിന്നെ അത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്തിട്ട് കേൾക്കാത്തൊരു വിഷയം കൂടിയാണ്. മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കരുതേ എന്ന്, തമ്മിൽ തല്ലരുതേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പറഞ്ഞില്ലേ, അള്ളാഹ് പ്രാർത്ഥന സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ എന്തുണ്ടാവും? ആണ് ശരി. അപ്പൊ നമുക്ക് നോക്കുക, ഇപ്പൊ എന്തെങ്കിലും ചെറിയ ഇപ്പൊ നോക്ക്, നമ്മളിവിടെ ലൈവില് നമ്മളിവിടെ തന്നെ ഖുർആൻ ക്ലാസിന്റെ പേരിൽ ആൾക്കാർ എന്തെങ്കിലും തെറ്റുക, ഒരു ക്ലാസ്സിന് തന്നെ വരാതിരിക്കുക. ആർക്കാ നഷ്ടം? പറയാം, ആർക്കാ നഷ്ടം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയില്ലേ സംഭവം, ഒരാളോട് ഇപ്പോൾ കമ്മിറ്റിപ്പെട്ട ആളെ തെറ്റിയിട്ട് 5-6 വർഷം ക്ലാസ് തന്നെ വന്നില്ല. പിന്നെ അയാൾ നാട്ടിലെത്തി, നമ്മൾ എപ്പോഴും പറയില്ലേ, അയാൾ പറഞ്ഞു, ഓ ഞാൻ അന്ന് ചെയ്ത് വലിയ, ഞാൻ അയാളുടെ തത്തമ്മയെ പൂച്ച എന്ന് പറഞ്ഞ 100 വട്ടം ഞാൻ ആൾക്ക് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പിന്നീട് ഖേദിക്കും, നിങ്ങൾ മിസ്സാക്കരുത്, കാരണം ക്ലാസ് എന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടൂല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അയ്യോ പിന്നെ പോയി അത് അതാ ആ സമയം. അതുകൊണ്ട് നമ്മൾ എന്ത് പിന്നെ എവിടെ എന്ത് അഭിപ്രായത്തിൽ ഇൽമ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇൽമ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുക, അത് പഠിച്ചുകൊണ്ടേയിരിക്കുക. ശരി, പോട്ടെ, ഞാൻ വിഷയത്തേക്ക്. അപ്പോൾ ഈ പിശാജിന്റെ ഈ ഷെറ് പിശാജിനെ ആ രക്ഷാകർത്താവാക്കുന്നുവോ അവൻ പിന്നെ നയിക്കുന്നത് അദാബ് നരകത്തിലേക്കായിരിക്കും പിശാച് എത്തിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹദീസ് കൂടി പറയാം. ഹദീസ് എന്താ അറിയോ, നേരത്തെ പറഞ്ഞ നമ്മളൊക്കെ തർക്കിക്കും, വെറുതെ തർക്കിക്കും. അപ്പൊ നമ്മളെന്ത് ചെയ്യണം, ചെറിയ വിഷയം ആളുകൾ എന്താ അറിയോ, എന്തെങ്കിലും ഒരു വിഷയം കിട്ടാൻ കാത്തിക്കണം, അപ്പൊ ചൂടാകാനും. പെട്ടെന്ന് നമ്മൾ ഒരേ സഫറിൽ നിന്ന് ഞാൻ ഇതൊക്കെ നമ്മുടെ അനുഭവം കുറേ ഉണ്ട്. ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഭയങ്കര പാളം. എന്താ സംഭവം എന്നറിയോ, ഒരു IS-മാർ ചെറുപ്പക്കാരൻ കുറച്ച് പ്രായമുള്ള ആളുടെ കാലിൽ മുട്ടിച്ചു എത്തി. അയാൾ കാല് നീക്കി വീണ്ടും മുട്ടിച്ചു, അയാൾ കാല് നീക്കി വീണ്ടും മുട്ടിച്ചു. പള്ളിയിൽ ഇറങ്ങിയ ആൾ കണക്കിന് പറയാം, അയാൾക്ക് ഇഷ്ടമല്ല അത്ര മുട്ടിക്കണത്. അപ്പൊ അയാൾക്ക് ആ ഇൽമില്ല, കാല് മുട്ടിച്ചാണ് നിൽക്കണമെന്ന് ഇൽമില്ല, ഭയങ്കര പാളം. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സ്വിച്ച് അറിയാണ്ട് ഓഫാക്കി ഫാന്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടായാലും ഞാൻ നിസ്കരിക്കൊണ്ടില്ല, നിങ്ങൾ എന്ത് അപ്പോൾ ഒന്ന് സമാധാനത്തിൽ പറഞ്ഞാൽ എന്തായാലും ഓഫാക്കി, ഞാൻ നിസ്കരിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് സിമ്പിളായി. പക്ഷെ ആ സിമ്പിളായിട്ട് പറയാൻ നിസ്കാരം പഠിപ്പിക്കുന്ന ക്ഷമയാണ്.
നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉള്ള നിസ്കാരത്തൊന്നും മറന്നു. കാരണം ഈ ഫാൻ ഓഫ് ആക്കിയിട്ട് ദേഷ്യം തീർക്കണ്ടേ? നിസ്കാരത്തിൽ തന്നെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നിൽക്കണ്. പിന്നെന്താ കിട്ടുക? അപ്പൊ കുറച്ചൊക്കെ നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ പറയാൻ പ്രസംഗിക്കാൻ എളുപ്പമല്ലേ. കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് ക്ഷമിച്ചാൽ ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ഞാനിപ്പോൾ എൻ്റെ ഇപ്പോൾ അടുത്ത് ഒരു ചെറിയൊരു വിഷയത്തിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധമായിരുന്നു. എന്തോ ആ സമയത്ത് ഒരു ചെറിയൊരു വാക്ക് ഉപയോഗിച്ചു, അതൊക്കെ വിഷമമായിട്ട് 1 വർഷം അവരധികം അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ബന്ധം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് അതൊന്ന് അങ്ങനെ സംസാരിച്ച് അങ്ങനെ അതൊന്ന് ഇല്ലാതാക്കിയത്. നമുക്ക് വലിയ വിഷമമായി. എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് ചിലപ്പോൾ ചെറിയ പദങ്ങൾ ഉണ്ടാവും. നമ്മൾ അപ്പോൾ വലിയ തർക്കമൊന്നുമല്ല, എന്നാൽ ചെറിയ സംസാരം തന്നെ എന്താവും, വർഷങ്ങളോളം ബന്ധങ്ങൾ പോവും. അപ്പൊ ഞാൻ ഇപ്പൊക്കെ വളരെ എന്ന് വെച്ചാൽ ശമനം നെല്ലിപ്പടിയാണ് പരമാവധി സൂക്ഷിക്കും. കാരണം മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ എന്താ സമയം അപ്പോൾ ക്ഷമിച്ച് അപ്പോൾ അതിന് ഗുണമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ എന്തെങ്കിലും നമുക്ക് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ്, കാരണം നമ്മൾ ശ്രമിച്ചിട്ട് പിന്നെ ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. അത് ഭാര്യയോടാണെങ്കിൽ ഭർത്താവിനോടാണെങ്കിൽ അങ്ങനെ പരസ്പരമൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ഹദീസ് കൂടി പറയാം. ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഹദീസ്. എന്താ അറിയോ? ഹദീസിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമുൻ ബിബൈത്തിൻ ഫി റബദിൽ ജന്ന, സ്വർഗ്ഗത്തിലെ വളരെ ഉയർന്ന ഭാഗം, അവിടെ സ്വർഗ്ഗത്തിലൊരു വീട് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ജാമ്യം നിൽക്കാം. നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലൊരു വീട് അല്ലാഹ് തരും, അതിന് ഞാൻ ജാമ്യം നിൽക്കും, ഞാൻ ഗ്യാരണ്ടിയാണ്. അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്യണമെന്നില്ല. അതിൽ ഒന്നെന്താ അറിയോ? ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിക്കൻ, നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിലും നിങ്ങൾ തർക്കം ഒഴിവാക്കുക. എന്താ പറയാ? സത്യം ആരുടെ ഭാഗത്താണ്? സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? ഇപ്പൊ ഞാൻ ചില ഇതിലുണ്ട്, പിന്നെ നമ്മൾ ഒന്നിട്ട് വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മള് വണ്ടിയൊക്കെ മനസ്സിലായില്ല നീ ഉദ്ദേശിച്ചത്? പിന്നെ ജാഹിലൂടെ കാലു സലാമ എന്നാണോ? അതായത് ഇങ്ങനത്തെ അവിവേകികളോട് സംസാരിച്ചാൽ പിന്നെ സലാം പറയണമെന്നാണോ അത് ഉദ്ദേശിച്ചത്? അള്ളാഹു ആയാലെന്നോ? ഇല്ല, അതൊരു ബന്ധമല്ല. അപ്പോട്ടെ വിഷയത്തേക്ക് അതൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ വാഹനക്കായിട്ട് പോകും, ചിലപ്പോൾ മറ്റേ റോങ് സൈഡ് ആയിരിക്കും, നമ്മളായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓക്കെ കഴിഞ്ഞു. അതായത് എത്രയേ ഉള്ളൂ, നമ്മൾ പൊസിഷത്തിൽ നമ്മൾ വന്നു, അല്ലെങ്കിൽ നമ്മൾ വളരെ, പക്ഷെ മറ്റാൾ റോങ് സൈഡ് ഇടാം. അപ്പൊ അയാളുടെ പേര് നമ്മളെന്ത് ചെയ്യാ? പോകുന്നു. ചോദിച്ചാലോ ഒരു കുട്ടിനെ കൊന്നിപ്പോ നിങ്ങളാണ് 2 ജവാന്മാർ തല്ലിക്കൊന്നില്ലേ? ഇപ്പൊ അടുത്ത് എറണാകുളത്താണ് സംഭവം. ചെറുതായിട്ടൊന്ന് വരച്ച് ആ കുട്ടി മുന്നിൽ പോയിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? ചെറിയ 2000 റുപ്യൻ്റെ കേസുള്ളൂ. ഒരു 2000 റുപ്യ കൊടുത്താൽ ആണെങ്കിൽ ഒന്ന് ഇതായത് ശരിയാക്കാം. ആ കുട്ടി പോയിട്ട് മുന്നിൽ പോയിരുന്നു. അവര് ബോണറ്റിൽ അടിച്ചിട്ടിട്ട് ആ കുട്ടിയുടെ മേത്ത് കൂടെ കാറ് കയറ്റി. ആ കുട്ടി എനിക്കൊരു 20 അത്ര 25 താഴെയാണ്. എന്നിട്ട് അതിൻ്റെ അച്ഛനും അമ്മയും ഡോക്ടർമാരാണ്. അവർ പറയാ കയ്യോ കാലോ തല്ലി ഓടിച്ചാൽ മതിയായിരുന്നു എന്ന്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, എന്ന് കൊല്ലണ്ടിയിരുന്നില്ല പറഞ്ഞു. എന്താ പ്രശ്നം? ആ ചെറിയ റോഡാണ്, ഒന്ന് വരച്ച് അത്രേ ഉള്ളൂ. ഇപ്പൊ ജീവൻ പോയിട്ട് എന്തായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ? എന്താ അപ്പൊ എന്താണ് അതിന് ന്യായമായിട്ട് എന്തെങ്കിലും ഒന്ന്? അവര് ലഹരിയിലാണ്. മറ്റൊരു ലഹരിയുള്ള സമയത്ത് എന്തില്ല, അവർക്ക് എന്താ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആ വാർത്ത വായിച്ചില്ല നിങ്ങള്? അപ്പൊ അടുത്ത് നടന്നാണ്, റീസെന്റ് നടന്നത്. ഞാൻ പറഞ്ഞത് ചെറിയ തർക്കമായിരിക്കും, പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് പിന്നെന്താവും? വലിയ അപകടമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഹദീസ് അപ്ലൈ ചെയ്യണം. നമ്മൾ വിചാരിക്കുന്ന ദുനിയാലും പരലോകത്തും കൂടാണ്. നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ നമ്മുടെ നിങ്ങളെ വെച്ചത് ഞാനല്ല, നിങ്ങളെ കളഞ്ഞു, നിങ്ങളെ പൂട്ടി. ശരി, ഓക്കെ, ഞാൻ തന്നെ ആയിക്കോട്ടെ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നിങ്ങളെ തട്ടിയത് ആയിക്കോട്ടെ, നമ്മളായിരിക്കില്ല തട്ടിയത്, നിങ്ങൾ ഓഫാക്കിയത്, ഓക്കെ ശരി ആയിക്കോട്ടെ. അതിന് ഒരു വർഷം ഞാൻ സമ്മതിക്കില്ല. ഞാനാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. പിന്നെ ഈ സമ്മതിക്കുന്ന പേരിൽ അടി. അപ്പൊ ഈ ഹദീസ് ഓർമ്മ വരണം. ശരി, ഓക്കെ, ഞാൻ തന്നെ, കഴിഞ്ഞില്ലേ? അതിന് ഒന്നും നഷ്ടപ്പെടാനില്ല. എന്ത് കിട്ടും നിങ്ങൾക്ക്? എന്ത് കിട്ടും? വീട് കിട്ടും. അതിനു വേണ്ടി നമ്മൾ പറഞ്ഞു, എനിക്ക് കുറെ കിട്ടും ഇൻഷാ അല്ലാഹ്. എനിക്ക് നല്ല ക്ലാസ് എടുക്കണേ, നമുക്കതാ പ്രതീക്ഷ. ഒരുപാട് വിഷയങ്ങളിൽ
ചിലപ്പോൾ ചില ആൾക്കാർ കഴിഞ്ഞ ഖുത്തുബ കഴിഞ്ഞ ഉടനെ ഒരാളെന്നോടൊന്നും അറിയാം, നിങ്ങളൊക്കെ പ്രസംഗം കേട്ടല്ലോ ഖുത്തുബ, നിങ്ങൾ വല്ലാഹു അക്ബർ എന്നാ പറഞ്ഞ, അള്ളാഹു അക്ബർ എന്ന് പറയില്ല പറഞ്ഞതിനോട്. ഖുത്തുബ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അപ്പൊ എപ്പോഴും വെച്ചപ്പോ ഇപ്പോ പെരുന്നാൾ ഖുത്തുബയ്ക്കൊക്കെ നിങ്ങൾ തക്ബീർ ചൊല്ലിയപ്പോ വല്ലാഹു അക്ബർ എന്നാ നിങ്ങൾ പറഞ്ഞത് എന്നോട് പറയണേ. അപ്പൊ ഞാൻ തന്നെയാണ് നിങ്ങൾ കേട്ടോ വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാനെങ്ങനെ എന്റെ ലഫ്ള് അല്ലാഹു അക്ബർ എന്ന് എന്റെ വരില്ലല്ലോ. അപ്പൊ എന്നോട് അല്ല നിങ്ങൾ എന്നെ പറഞ്ഞു സംസാരിച്ചപ്പോ നിങ്ങളല്ല, നിങ്ങൾ വേറെ ഏതൊരാളാണ് പറഞ്ഞു അവസാനം. അപ്പൊ ഞാൻ ആദ്യം തർക്കിച്ചില്ല, ഓക്കെ ശരി ആയിക്കോട്ടെ, ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് വേറെന്താ പറയാ. അപ്പൊ കഴിഞ്ഞു, മുമ്പ് ജയിച്ചു. അവസാനം മുമ്പ് പറഞ്ഞു നിങ്ങളല്ല വേറെ ആരോ തോന്നുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം അടീൻ്റെ ഒക്കെയല്ലോ, അത് ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ വെറുതെ അല്ലേ. ഇപ്പൊ നടന്നത് കഴിഞ്ഞ ഖുത്തുബ കഴിഞ്ഞപ്പോഴാണ്. നിങ്ങളെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. അല്ല വീട് അതാ ഈ ഹദീസ് നമുക്ക്. അപ്പൊ പറഞ്ഞ ഞാൻ ഇപ്പൊ ഒന്ന് കുറച്ച് സ്പീഡ് കൂട്ടിയപ്പോ ബൈക്കിൽ പോകുമ്പോൾ സ്പീഡ് ഒന്ന് കുറച്ച് സ്പീഡ് കൂട്ടിയപ്പോ കുറച്ചപ്പോ ഒരു ഹദീസ് പെട്ടെന്ന് ഓർമ്മ വന്നു. അത്തമന്നി മിനർ റഹ്മാൻ അത്തഅജ്ജുലു അൽ അജ്ലുത്തു മിനശ് ശൈത്താൻ. സ്പീഡ് പിശാചിൽ നിന്നും, സാവകാശം അള്ളാഹു. അപ്പൊ ആക്സിഡന്റ് കൂടെ കൂട്ടിയപ്പോ ഒന്ന് ഈ ഹദീസ് ഓർമ്മ വന്നപ്പോ ഒന്ന് ഡൗൺ ആക്കി. അതാണ് നമ്മൾ അങ്ങനെ വരണം. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ വരില്ല, അതൊരു ഭാഗ്യമാണ്. ധൃതി. അപ്പൊ ആക്സിഡന്റ് കാല് കൂടുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, മറ്റാളെ പോയിട്ട് ഇവിടുന്ന് തന്നെ അവൻ ഒരാൾ പോയിട്ടുണ്ടാവും, നമ്മളതിൽ പോയ അതിനേക്കാളും പറ്റും ആംബുലൻസിൽ. വഴിയൊക്കെ ഉണ്ട് പെട്ടെന്ന്. പോകാം. അതാ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി വെള്ള വണ്ടി പോകാം നമുക്ക്. ആക്ക് ഓർമ്മ വരണം. പിന്നെ ആരും ബ്ലോക്ക് ചെയ്യില്ല. ശരി. അപ്പൊ നമ്മൾ പറഞ്ഞത് ശൈത്താൻ നമ്മളെ നയിക്കുന്നത് നരകത്തിൽ, ദുനിയാവും പോകും പരലോകം പോകും. അപ്പൊ ഈ ഹദീസൊക്കെ ഓർമ്മ. നമ്മള് കിടക്ക് ചെറിയ തമാശയൊക്കെ പറയുന്നത് എന്താ വെച്ചാല് ഇതൊക്കെ നമ്മുടെ ചെറിയൊരു ചേഞ്ച് നമുക്ക് നമ്മൾ ചെറിയ ചേഞ്ച് വേണം. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല സുഖമാണ്, അത് ആസ്വദിച്ച കുറെ ഈ ദുനിയാവിൽ നല്ല ക്ഷമിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചതിന് ഒരു കയ്യും കണക്കൂല അല്ലേ. നബിസ്വ എന്തെല്ലാം നബിസ്വ പറയാം, നബിസ്വ എന്തെല്ലാം ചീത്തകൾ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നു. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ ചുരുക്കതാണ്. ഇവിടെ നമ്മുടെ വിഷയം തർക്കവുമായി ബന്ധപ്പെട്ടാണ്. ദുനിയാവിൽ തർക്കിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് അവരെ ന്യായമായിട്ട് ഹക്ക് ഉപയോഗിച്ച് സത്യം ഉപയോഗിച്ച് പറയാം, ഉപദേശിക്കാം. പക്ഷേ നമ്മൾക്ക് അയാളെ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ, നമുക്ക് ഉപദേശിക്കാനേ പറ്റുള്ളൂ. അയാൾ എന്ത് ചെയ്യാനില്ല, അയാൾ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നമ്മൾ ഫിൻഡമാനത്തെ മുതക്കിർ ലസ്താലേഹിം ബിമുസൈത്ത് അധികാരം നമ്മൾ ചെലുത്താൻ അതില്ല, നമുക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമേ ബാധ്യമുള്ളൂ. അപ്പോൾ അള്ളാഹു നമ്മൾ ഈ ഹദീസിന്റെ കാര്യത്തിന് കിട്ടുന്ന പാഠം തർക്കം പരമാവധി ഒഴിവാക്കുക, പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യുക, ന്യായമാകുന്ന വിഷയത്തിൽ ഒരു സംസാരിച്ച് നോക്കുക. ഇത് ഈ പോക്കത്ര ശരിയില്ല നമുക്ക് തോന്നിയാൽ എന്ത് ചെയ്യണ്ട, ഓക്കെ ആ കാര്യം കഴിഞ്ഞു വരും, പ്രശ്നം സോൾവ് ആക്കുക. അത് കൂടുതൽ പോയാൽ പിന്നെ എന്താവും, നെല്ലും പതിരൊക്കെ വേദിച്ചാൽ തമ്മി തല്ലി പിരിയും. അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ട് പറഞ്ഞു എന്ത് ചെയ്യാം. അപ്പോൾ ഏതായാലും അള്ളാഹു നല്ല ഒരു സമൂഹമായി വാർത്തെടുക്കാനും നല്ല കുടുംബത്തിൽ സമാധാനവും ഐക്യവും സ്നേഹവും ഇഷ്ടവും എല്ലാം വർദ്ധിപ്പിക്കാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പോരായ്മകൾ വീഴ്ചകളൊക്കെ അള്ളാഹ് പുറത്തുവരുമാറാകട്ടെ. ദീന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേർത്തുക അള്ളാഹ് തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് ഒന്നുകൂടി ഓതാല്ലേ, ഓതി അവസാനിപ്പിക്കാൻ ഒരു പ്രാവശ്യം ഒന്ന് ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. صلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله.